തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ വേദപഠന ക്ലാസിൻ്റെ 2ാം ദിനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ ദൂതസഞ്ചയം നമുക്ക് മുമ്പും കാവലായിട്ടുണ്ട്. യേശുവിൻ്റെ രക്തത്തിൻ്റെ സംരക്ഷണത്തിനുള്ളിൽ ദൈവം നമ്മളെ വച്ചിരിക്കുന്നു. കർത്താവിൻ്റെ അഗ്നി മുതൽ നമുക്ക് ചുറ്റും സംരക്ഷണമായിട്ടുണ്ട്. ഇത് വിശ്വസിക്കുന്നവർ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ നാൾ കള്ളനെ പോലെ വരും. അത് വെളിച്ചത്തിലുള്ളവർക്കല്ല, ഇരുളിൽ ഉള്ളവർക്കാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് ശേഷം ഈ പ്രപഞ്ചത്തിന് നേരിടാൻ പോകുന്ന വ്യതിയാനങ്ങൾ എന്തെന്ന് ഈ കാലങ്ങളിലായി പുറത്തു വന്നിട്ടുള്ള സൂചനകൾ കൊണ്ട് അവിടുത്തെ വരവ് എത്രയധികം അടുത്തുപോയി എന്ന് നാം കഴിഞ്ഞ ദിവസത്തിൽ ചിന്തിക്കുന്നതിന് ഇടയായിത്തീർന്നു. കൂടാതെ അവിടുത്തെ വരവെങ്കിൽ ഇരുളിൽ ഉള്ളവരായിട്ടല്ല, വെളിച്ചത്തിലുള്ളവരായിരിക്കണം. അതിന് നാം എന്ത് ചെയ്യണം എന്നും കൂടെ ചിന്തിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിച്ചു. ഇന്ന് നാം ചിന്തിപ്പാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ ചിന്തിപ്പാൻ പോകുന്നത് പ്രധാനമായും 4 വ്യക്തികളെ സംബന്ധിച്ചാണ്. കർത്താവിൻ്റെ വരവ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ ലോകത്തിൽ ശേഷിക്കുന്നതായ നാളുകളിൽ 4 വ്യക്തികളാണ് രംഗത്ത് കാണപ്പെടുക. പിശാച്, എതിർ ക്രിസ്തു, ഒരു കള്ളപ്രവാചകൻ, രാജാതിരാജാവായ യേശു ക്രിസ്തു. ക്രിസ്തുവിൻ്റെ വരവിന് ശേഷമുള്ള ഈ വ്യക്തികളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് തിരുവെഴുത്ത് പറയുന്നതായ കാര്യങ്ങൾക്ക് വേണ്ടി എത്രമാത്രം കാര്യങ്ങൾ ഒരുക്കപ്പെട്ടിരിക്കുന്നു എന്ന് നാം ചിന്തിക്കാൻ പോവുകയാണ്. അതിലൂടെ വരവിന് ശേഷമുള്ള സംഭവങ്ങൾക്കായി വ്യക്തികൾ ഒരുക്കപ്പെട്ടിരിക്കുമ്പോൾ വരവ് എത്രയധികം അടുത്ത് വന്ന് നമുക്ക് അനുമാനിക്കുവാനും ഉണരുവാനും ഒരുങ്ങുവാനും കഴിയുമല്ലോ. ഇന്നത്തെ തിരുവചന പഠനത്തിൻ്റെ ആധാരത്തിനായി 2 ഭാഗങ്ങളിൽ നിന്നും വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 1-ാമത്തെ വാക്യവും വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ളതായ വാക്യങ്ങളും. അനന്തരം പരീശന്മാരും സദൂക്യരും അടുക്കെ വന്നു ആകാശത്തു നിന്ന് ഒരടയാളം കാണിച്ചു തരണമെന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ളതായ വാക്യങ്ങൾ കൂടെ. സ്വർഗത്തിൽ മറ്റൊരടയാളം കാണായി. 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ള ഒരു മഹാസർപ്പം. അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3-1 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളവാൻ മഹാസർപ്പം അവളുടെ മുൻപിൽ നിന്നു. അവൾ സകല ജാതികളെയും ഇരുമ്പ് കോൽ കൊണ്ട് മേയ്പ്പാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിന്റെ അടുക്കലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. മതി. നാം ആദ്യവും 2ാമതും വായിച്ച വാക്യങ്ങളിൽ പൊതുവായി കാണുന്ന ഒരു വാക്കാണ് അടയാളം. അടയാളം തേടുക, ലക്ഷണങ്ങളെ ശ്രദ്ധിക്കുക, തെളിവ് തേടുക എന്നത് മനുഷ്യനുള്ള ഒരു സാധാരണ പ്രവണതയാണ്. അത് തെറ്റ് എന്ന് പറയുവാൻ കഴിയത്തില്ല. ചിന്തിക്കുന്ന ആളുകൾ ആരും തന്നെയും ഒരു കാര്യം അങ്ങനെ കണ്ണുമടച്ച് വിശ്വസിക്കുകയില്ല. ഇത് വിശ്വസിക്കത്തക്കവണ്ണമുള്ള തെളിവെന്താണ്, ഇത് സ്വീകരിക്കത്തക്കവണ്ണം ആണോ എന്നുള്ളതിനുള്ളതായ ലക്ഷണമോ അടയാളമോ എന്താണ് എന്ന് സാധാരണഗതിയിൽ അന്വേഷിക്കാറുണ്ട്. ഈ വിഷയം തന്നെയാണ് കർത്താവിൻ്റെ വരവിനോട് ബന്ധപ്പെട്ടുള്ളത്. കർത്താവിൻ്റെ വരവ് അടുത്തു എന്ന് ഉള്ളതായ ഒരു സന്ദേശം കേൾക്കുമ്പോൾ അതിനുള്ള അടയാളം എന്ത് എന്ന ഒരു ചോദ്യം സ്വാഭാവികമായിട്ട് ഉയരുന്നു. ആ അടയാളം എന്ത് എന്നതിന് ഉത്തരം നമ്മൾ വെളിപ്പാട് 12-3 വായിക്കുകയുണ്ടായി. എന്താണത്? ഒരു ഭീകര സത്വം, ഒരു മഹാസർപ്പം.
അതിൻ്റെ നിറം തീ നിറം. അതിന് 1 7 തലകൾ, 10 കൊമ്പുകൾ, അതിൻ്റെ തലയിൽ 7 രാജമുടി അല്ലെങ്കിൽ കിരീടങ്ങൾ, ക്രൗൺസ്. എന്തൊരു ഭയാനകമായ സത്വമാണ്! ഈ സത്വം ഒരടയാളമാണ്. അഥവാ ഈ ഭാഗം പരിചയമുള്ളവർക്കറിയാം, 1-ാം വാക്യത്തിൽ കാണുന്ന ഒരടയാളം ദൈവത്തിൻ്റെ സഭ, ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനായി ഒരു കൂട്ടം ജയാളികളായ വിശുദ്ധന്മാർ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ സത്യസഭ. ആ സഭയുടെ മുൻപിൽ ഇങ്ങനെയുള്ളൊരു ഭീകരസത്വം നിൽക്കുന്നു. അത് ഒരടയാളമാണ്. ഇന്ന് ദൈവസഭയും ശുശ്രൂഷകരും മാത്രമല്ല, യഥാർത്ഥ ദൈവവിശ്വാസികളെല്ലാം നേരിടുന്ന ഒരു ശക്തമായ വെല്ലുവിളിയാണ് സാത്താനിനും നേരിടുന്നതായ വെല്ലുവിളി. ഈ സത്വത്തെക്കുറിച്ചുള്ള വിവരണത്തിൽ നിന്ന് തന്നെ അത് വ്യക്തമാകുന്നുണ്ട്. ഈ മഹാസർപ്പത്തിന് 7 തല എന്നാണ് കൊടുത്തിരിക്കുന്നത്. 7 തല പിശാചിൻ്റെ സകല ബുദ്ധിയെയും കാണിക്കുകയാണ്. രണ്ടാമതിന് 10 കൊമ്പുകൾ. കൊമ്പ് ഇപ്പോഴും ശക്തിയെ കാണിക്കുന്നതിനാൽ 10 അതിൻ്റെ സകല ശക്തിയും കാണിക്കുന്നു. മൂന്നാമതായിട്ട് അതിനൊരു തീ നിറം. ഒരു വസ്തു കത്തി കനലായി കഴിയുമ്പോൾ ഉള്ളതായ നിറം, അല്ലെങ്കിൽ അതിൻ്റെ അവൻ്റെ പൂർണ്ണ പ്രവർത്തനത്തെ കാണിക്കുന്നു. ഇനിയും ഒന്നുകൂടെ വിശദമായി പറഞ്ഞാൽ, ഇതിൻ്റെ 7 തല സാത്താൻ്റെ വിവിധ തന്ത്രങ്ങളെ കാണിക്കുമ്പോൾ 10 കൊമ്പുകൾ ഈ തന്ത്രങ്ങൾ നടപ്പാക്കാൻ അവൻ ഉപയോഗിക്കുന്ന ഏജന്റുമാരെ കാണിക്കുന്നു. അവൻ്റെ തീ നിറം വശീകരിക്കുന്ന വിധത്തെ കാണിക്കുന്നു. അവൻ്റെ തലയിൽ 7 രാജമുടികൾ. രാജമുടി കിരീടം. ഒരു രാജാക്കന്മാർ ജയിച്ചാൽ അത് അവർക്കൊരു കിരീടം വയ്ക്കും. അപ്പോൾ ഈ പഴയമായ പിശാചിൻ്റെ തലയിൽ ഈ 7 കിരീടം എന്താ? വാസ്തവത്തിൽ യഥാർത്ഥ കിരീടമല്ല. നാട്ടുപ്രദേശങ്ങളിൽ കുട്ടികൾ പ്ലാവില കോർത്ത് തലയിലൊരു കിരീടം വെക്കാറുണ്ട്. അതുപോലെയുള്ളന്നേ ഉള്ളൂ, യഥാർത്ഥമല്ല. ഈ 7 രാജമുടികൾ കാൽവറി ഉൾപ്പെടെയുള്ള കഴിഞ്ഞകാല സാത്താൻ്റെ ആ തോൽവികളുടെ ജാള്യത മറയ്ക്കുവാനും ചെല്ലുന്നിടത്തെല്ലാം തോൽക്കുവാൻ വിധിക്കപ്പെട്ടിരിക്കുന്നത് മൂലവും ഏറ്റവും ഒടുവിൽ അവനൊരു സമ്പൂർണ്ണ പരാജയമാണ് വച്ചിരിക്കുന്നത് എന്ന നടുക്കുന്നതായ ഓർമ്മ നിമിത്തവും ഈ നടുക്കുന്ന ഓർമ്മയെ മറികടക്കാനായി കഴിഞ്ഞ കാലങ്ങളിൽ ഏതാനും ചില ജയത്തെ ഊതിപ്പെരിപ്പിച്ച് ഒരു കിരീടമാക്കി തലയിൽ വെച്ചിരിക്കുകയാണ്. ഇനി അതിനെ വിശദീകരിക്കുമ്പോൾ സമയം പോകുമല്ലോ. ഇവിടെ നമ്മൾ വായിക്കുന്നത് ഭീകര സ്വരൂപം എന്നാണ് പിശാചിനെ കുറിച്ച്. വാസ്തവത്തിൽ ഭീകര സ്വരൂപം തന്നെയാണോ ഉള്ളത്? ഇവിടെ വായിക്കുന്നത് സ്വർഗത്തിൽ ഒരടയാളം. അതിന് അർത്ഥമുണ്ട്. ഈ പിശാചിൻ്റെ തനി രൂപം സ്വർഗീയ ദൈവത്തിനും സ്വർഗത്തിലെ ദൈവത്തിനും സ്വർഗീയ ദൂതന്മാർക്കും സ്വർഗീയ അനുഭവത്തിൽ ജീവിക്കുന്ന ദൈവജനത്തിനും മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഈ ഭൂമിയിൽ അവൻ്റെ രൂപം എന്തായിരിക്കും എന്നറിയാമോ? അതിങ്ങനെയൊന്നുമല്ല. ഭൂമിയിൽ അവനൊരു പ്രച്ഛന്ന വേഷധാരിയാണ്. പ്രച്ഛന്ന വേഷം, ഫാൻസി ഡ്രസ്. ഫാൻസി എന്നുള്ള വാക്ക് മനസ്സിൽ വെച്ചുകൊള്ളുക. ഈ അവൻ്റെ ലോകത്തിലെ ഈ ഫാൻസി ഡ്രസ് കണ്ടാൽ ഏതു മനുഷ്യനും ഇരുകൈയും നീട്ടി അവനെ സ്വീകരിച്ച് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യുവാൻ തോന്നിപ്പോകും. അങ്ങനെയുള്ള രൂപമാണ് അവൻ ഭൂമിയിൽ മനുഷ്യരിടയിൽ. അവൻ്റെ തന്നി രൂപം സ്വർഗം മാത്രമേ കാണുന്നുള്ളൂ. ഇല്ലെങ്കിൽ ദൃശ്യ ലോകവും അദൃശ്യ ലോകവും ഒരു അൺസീൻ വേൾഡുണ്ട്. അവിടെയാണ് ഇവൻ്റെ പ്രവർത്തനം മുഴുവനും. അവൻ ദൃശ്യലോകത്തിൽ അവൻ്റെ രൂപം യഥാർത്ഥമായി വെളിയിൽ കാണിക്കുന്നില്ല. കർത്താവിൻ്റെ വരവ് എന്ത് കേട്ടാൽ
ആരെക്കാണ് അധികം സ്ട്രൈക്ക് ചെയ്യുന്നത്? ഈ പിശാചിനാണ്. ഇന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട അഭിഷേകം പ്രാപിച്ചവർക്ക് പോലും വരവ് എന്ന് കേൾക്കുമ്പോൾ എത്ര നാളുകൊണ്ടേ കേൾക്കുന്നു, വരുന്നെങ്കിൽ വരട്ടെ, താമസിക്കുന്നെങ്കിൽ താമസിക്കട്ടെ. എന്നാൽ നിങ്ങളോ ഞാനോ യേശു വരാറായി എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു ഞെട്ടലുണ്ടാകുന്നത്, പെട്ടെന്ന് പ്രതികരിക്കുന്നത് സാത്താനാണ്. രണ്ട് പ്രധാന കാരണങ്ങൾ. ഒന്ന്, കർത്താവിൻ്റെ വരവ് സംഭവിച്ചാൽ ജയാളിയായ ആൺകുട്ടി, ജയം കൊണ്ട വിശുദ്ധന്മാർ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. അപ്പോൾ യേശു വരാറായി എന്ന് കേൾക്കുമ്പോൾ അവൻ പെട്ടെന്ന് അവനെ ബാധിക്കാൻ കാരണം അങ്ങനെ അനുവദിക്കരുത്. ജയാളികളായ വിശുദ്ധന്മാർ എടുക്കപ്പെടുന്നത് തടയണം എന്നൊരു ചിന്ത. രണ്ടാമത്, യേശു വരുന്നു എന്ന് കേൾക്കുമ്പോൾ അവനെ ഞെട്ടിപ്പിക്കുന്ന വേറൊരു വിഷയം, ഞാൻ എത്രയോ നൂറ്റാണ്ടുകളായി സർവസ്വതന്ത്രമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകം എത്ര കോടിക്കണക്കിന് ആളുകളെ എൻ്റെ നിത്യവാസസ്ഥലമായ നിത്യനരകത്തിൽ ഇങ്ങനെ എത്തിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിനുവേണ്ടി ഞാൻ രാപകൽ പ്രവർത്തിക്കുക. പക്ഷേ ഈ യേശു വന്നാൽ പിന്നെ എൻ്റെ പ്രവർത്തന സമയം കുറിക്കപ്പെട്ടിരിക്കും. ഉപദേശം അറിയാവുന്നവർക്കറിയാം, യേശു വന്നാൽ സാത്താന് കേവലം 7 വർഷമേ ഉള്ളൂ, പിന്നെ അധികമില്ല. ഇതവൻ്റെ ഉള്ളിൽ എത്ര നടക്കുക സൃഷ്ടിക്കുന്നത്? സഹസ്രാബ്ദങ്ങളായി ഞാൻ സ്വതന്ത്രമായി പ്രവർത്തിച്ചു വരുന്നു, ഇനി കേവലം 7 വർഷമോ? അത് ചിന്തിക്കുമ്പോൾ അവൻ നടുങ്ങുകയാണ്. അവൻ ഈ വിധത്തിൽ യേശുവിൻ്റെ വരവെന്ന് കേൾക്കുമ്പോൾ നടുങ്ങുന്നു വരികിൽ ചില ദൈവമക്കളെ സംബന്ധിച്ചുള്ള നിലപാടെന്താണ്? അയ്യോ, യേശു വരല്ലേ, അവൻ വന്നാൽ എൻ്റെ സ്ഥിതി ഇതാണ്, വിധി നിർണയിക്കപ്പെടും. എന്നാൽ ചില ദൈവമക്കളും യേശു വരുന്നു എന്ന് കേൾക്കുമ്പോൾ അയ്യോ കർത്താവേ, പെട്ടെന്ന് വന്നു കളയല്ലേ, ചതിക്കല്ലേ, ഒരുങ്ങിയിട്ടില്ല, അതുകൊണ്ട് അല്പം കൂടെ മുൻപോട്ട് നീട്ടിവെച്ച് കരുണ കാണിക്കണമേ കർത്താവേ, കുറച്ചുകൂടെ മുമ്പോട്ട് എന്ന് ഒരിക്കലെങ്കിലും പറയാത്തിവിടെ ഇരിപ്പുണ്ടോ? നമ്മൾ അറിയാതെ പറഞ്ഞു പോകുക ഒരുക്കമില്ലായ്മ കൊണ്ട്. പക്ഷേ ഒരു കാര്യം, കർത്താവേ അത്ര വേഗം വന്നു കളയല്ലേ, അല്പം കൂടെ നീട്ടി വെച്ചിരുന്നെങ്കിൽ എന്ന് നാം പറയുമ്പോൾ നാം അറിഞ്ഞോ അറിയാതെയോ ശത്രുവിനെ സഹായം ചെയ്യുകയാണ്. അവന് സന്തോഷം. ഇവരെല്ലാം കൂടെ കാര്യമായിട്ട് തന്നെ പ്രാർത്ഥിച്ച് യേശുവിൻ്റെ വരവ് ഒരു 6 മാസം കൂടെങ്കിലും നീട്ടിക്കിട്ടിയാൽ എനിക്കൊരു 6 കോടി ആളുകളും കൂടെ നരകത്തിൽ കൊണ്ടുപോകാം. അതുകൊണ്ട് എല്ലാവരും ശക്തമായി പ്രാർത്ഥിച്ച് യേശു വരാൻ താമസിക്കട്ടെന്നാണ് അവൻ്റെ ചിന്ത. ശ്രദ്ധിക്കുക, അറിഞ്ഞോ അറിയാതെയോ നാം ഒരുങ്ങാത്തത് കൊണ്ടോ കർത്താവേ ഇപ്പോൾ വരല്ലേ എന്നൊരു ചിന്ത മനസ്സിലുണ്ടാകുമ്പോൾ നമ്മൾ ശത്രുവിൻ്റെ പക്ഷത്തായി തീരുകയാണ്. മറിച്ച് അങ്ങനെ ചിന്തിക്കാതെ കർത്താവേ നിന്റെ വരവ് അടുത്തിരിങ്ങിൽ, ഞാൻ ഒന്നുമായില്ല, നീ വേഗത്തിൽ വരണം, എന്നാൽ എന്നെ ആ സമയത്തേക്ക് ഒരുക്കണമെന്നേ നാം പ്രാർത്ഥിക്കാവൂ. നീണ്ടുപോകാൻ പ്രാർത്ഥിക്കരുത്. വെളിപ്പാട് 22-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്കിൽ ഇതാ ഞാൻ വേഗം വരുന്നു. 20-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന എന്താണ്? ഇത് സാക്ഷീകരിക്കുന്നവൻ പറയുന്നു, കർത്താവായ യേശുവേ വേഗം വരണമേ. നമുക്ക് നമ്മുടെ വലതുകരം ഉയർത്തിപ്പിടിച്ചിട്ട് യോഹന്നാൻ സാക്ഷീകരിച്ചപ്പോൾ പറഞ്ഞ വാചകം നമുക്കിന്ന് പറയാം. കർത്താവായ യേശുവേ, എല്ലാവരും പറഞ്ഞാട്ടെ, വേഗം വരണമേ. ഒരിക്കൽ കൂടെ, കർത്താവായ യേശുവേ വേഗം വരണമേ. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്നവരാരും ശത്രുപക്ഷത്തില്ല എന്ന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആകട്ടെ, ഈ പിശാചിൻ്റെ പ്രവർത്തന രീതിയെ നാം ചിന്തിക്കുമ്പോൾ യേശുവിൻ്റെ വരവ് എത്ര അടുത്തുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ സാത്താൻ്റെ പ്രവർത്തന പദ്ധതി ഏറിയ പങ്കും അദൃശ്യ ലോകത്തിലാകയാൽ നാം അതിനെക്കുറിച്ച് വേണ്ടവണ്ണം അറിയുന്നില്ല. അടുത്ത കാലത്ത് പിശാചിൻ്റെ ഏജന്റായി ദീർഘകാലം പ്രവർത്തിക്കുകയും പിന്നീട് മാനസാന്തരപ്പെട്ട്
അവയെ വിട്ട് ദൈവഭാഗത്ത് വന്നൊരു വ്യക്തിയുടെ അനുഭവ സാക്ഷ്യം വായിക്കുന്നിടയായി തീർന്നു. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ അതിനെ ആധാരമാക്കിയുള്ളതാണ്. ഈ അടുത്ത കാലത്ത് ചില വാർത്തകൾ വായിപ്പാനിടയായി. അതിൽ ഒന്ന്, റഷ്യയിൽ സാത്താൻ സേവ 4 പേരെ ചുട്ടു തിന്നു. 16-17 വയസ്സ് മാത്രം പ്രായമുള്ള ഒരാൺകുട്ടിയും 3 പെൺകുട്ടികളും ഉൾപ്പെടുന്ന 4 പേരെ സാത്താൻ സഭക്കാർ ഒരു നഗരത്തിലെ വീട്ടിലേക്ക് അവരെ വിളിച്ചു വരുത്തി നിർബന്ധിച്ച് മദ്യപിച്ച ശേഷം കൊലപ്പെടുത്തി അവരെ 666 കഷണങ്ങളാക്കി കനലിൽ ചുട്ടുഭക്ഷിച്ചു. അവരുടെ മുടിയും മറ്റ് അവശിഷ്ടങ്ങളും സംസ്കരിച്ചിട്ട് അതിന് മുകളിൽ അവരാരാധിക്കുന്നൊരു കുരിശ്, നമ്മുടെ കുരിശ് പോലല്ല, കുരിശ് തലതിരിച്ച് നാട്ടിയാണ് ആരാധിക്കുന്നത്. ഇത് ചെയ്തൊരു വ്യക്തിയെ ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ശിക്ഷിക്കപ്പെടത്തില്ല, സാത്താൻ ഞങ്ങളെ കുറ്റത്തിൽ രക്ഷപ്പെടാൻ സഹായിക്കും, കാരണം ഞങ്ങൾ സാത്താൻ ഒരുപാട് ആരാധന അർപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൻ. ഇതിനോട് ചേർത്ത് ഒരു ബുക്കും ഒരു ലാപ്ടോപ്പുമായിട്ടിരിക്കുകയും, ജോൺ മില്ലർ എന്നാണ്, അതിന് ഇപ്പുറത്തൊരു വാചകം, ഗെറ്റ് യുവർ ബോസ് ടു എക്സ്റ്റെൻഡ് യുവർ ഓണം ഹോളിഡേയ്സ്. നിങ്ങളുടെ ഓണം ഹോളിഡേയ്സിൻ്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കുവാൻ നിങ്ങളുടെ ബോസിനെ, യജമാനെ നിങ്ങൾ വിളിക്കുക, ക്ഷണിക്കുക. ബോസ് ആരാന്ന് മനസ്സിലായല്ലോ, മുമ്പേ പറഞ്ഞ പുള്ളി. അദ്ദേഹത്തെ ക്ഷണിച്ചാൽ ഈ ഓണം ഹോളിഡേയ്സ് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓണം ഹോളിഡേയ്സ് എന്തൊക്കെ നടക്കുമെന്നറിയാമോ? 4 ദിവസം കൊണ്ട് തീരത്തില്ല. ആയുഷ്കാലം മുഴുവനും നാടൻ ഭാഷ അടിച്ചു പൊളിക്കാമെന്ന് അവൻ വന്നാൽ, ആര്? പിശാച് വന്നാൽ. ഇന്ന് അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് പിശാച് വളരെ പരോക്ഷമായി പ്രവർത്തിച്ചിരുന്നു. കാരണമുണ്ട്. സാത്താൻ കേട്ടാൽ ആൾക്ക് ഒരു പേടി. ചിലർക്ക് പിശാചിനെ കുറിച്ച് പ്രസംഗിച്ച് കേട്ടാലോ അയ്യോ എനിക്ക് പേടി. അത് കാരണം അവൻ കഴിഞ്ഞ കാലങ്ങളിൽ മറഞ്ഞിരുന്ന് പ്രവർത്തിച്ചു. ഇവൻ ഏറ്റവും കൊതിയുള്ള ഒരു വിഷയമുണ്ട്. എന്താണെന്നറിയാം? ആർക്ക് പറയാമോ? ആരാധന. ഇവൻ പിശാചായി മാറിയത് ഒരൊറ്റ കാരണം കൊണ്ടാ, ദൈവത്തിന് കിട്ടുന്ന ആരാധന എനിക്ക് കിട്ടണം. ദൈവം പറഞ്ഞു, നീ സൃഷ്ടാവല്ല, ശപിക്കപ്പെട്ടു പോകട്ടെ. അവൻ അന്നു മുതലേ ആ ആഗ്രഹം വിട്ടില്ല. നോക്കട്ടെ, നേരായ മാർഗത്തിൽ ആരാധന കിട്ടിയില്ലെങ്കിൽ ഞാൻ വളഞ്ഞ മാർഗത്തിൽ അതിനെ പ്രാപിക്കാമെന്ന് നോക്കട്ടെ. അതിൻ്റെ മറുപടി വിശദീകരിക്കുവാൻ ധാരാളം സമയം വേണം. ഇന്ന് ലോകത്തിൽ ഭൂരിപക്ഷം പേരും അറിയാതെ സാത്താനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മതങ്ങൾ പറയുന്ന അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും പാരമ്പര്യവും ഒക്കെ യഥാവധി അനുസരിക്കുമ്പോൾ തങ്ങൾ അറിയാതെ തന്നെ പിശാചിനെ ആരാധിക്കുന്നു എന്നേ ജനകോടികൾ അറിയുന്നില്ല. അവൻ പല വേഷത്തിൽ, പല രൂപത്തിൽ, അക്രൈസ്തവര് പല രൂപത്തിൽ, അവരെ ഏത് വിധത്തിൽ വേണമെന്ന് അവനറിയാം. ക്രൈസ്തവർക്ക് ആ വിധത്തിൽ. എനിക്ക് ഭയമില്ല. വേളാങ്കണ്ണി മാതാവിൻ്റെ പേരിൽ ആരാധന നടക്കുന്നെങ്കിൽ ആരാധന ക്രിസ്തുവനമ്മയായ മാതാവ് മറിയയ്ക്കല്ല പോകുന്നത്, പിശാചിനാണ്. അനേക പുണ്യവാളന്മാരുടെ പേരിൽ പള്ളികളും ആരാധനയും പെരുന്നാളും തിരുനാളും നടക്കുന്നുണ്ട്. ദുഃഖത്തോട് സത്യം വിളിച്ചു പറയട്ടെ, ഒരിക്കലും ആരാധന അവർക്ക് കിട്ടുന്നില്ല. അവർ വിശുദ്ധന്മാരായിരുന്നവര് മരിച്ച വിശ്രാമത്തിലേക്ക് പോയി കഴിഞ്ഞു. അവരുടെ പേരിൽ നടക്കുന്ന എല്ലാ ആരാധനയും കിട്ടുന്നത് അവരുടെ പേരിൽ പറഞ്ഞു നിൽക്കുന്ന പിശാചിനാണ്. നമ്മുടെ രക്തത്തിൽ രക്തവും മാംസവുമായ ക്രൈസ്തവരായ ജനകോടികളെ കണ്ണുകൾ കുരുടാക്കപ്പെട്ടിരിക്കുന്നതിൽ ദുഃഖിക്കുന്നു. അത് തുറക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കഴിഞ്ഞ കാലങ്ങളിൽ പല വേഷങ്ങളിലും രൂപം പേരും മാറി അവൻ ആരാധന സ്വീകരിച്ചു വരുമ്പോൾ, ഇപ്പോൾ അന്ത്യകാലമായപ്പോൾ അവൻ എന്തു ചെയ്തു? അവൻ തനി രൂപത്തിൽ പുറത്തു തന്നെ വന്നു.
അതിന് കുറെ കാണാൻ കളമൊരുക്കിയിട്ട് സാത്താനെ നേരിട്ട് ആരാധിക്കാൻ ആളുകൾ തയ്യാറാണ്. സാത്താന്യ ആരാധനകൾ ലോകമെമ്പാടും വർദ്ധിച്ചു വരികയാണ്. വിദേശ രാജ്യങ്ങളിലെ കാര്യമൊന്നും കേട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ ബോംബെ, ബാംഗ്ലൂര് ആദിയായ നഗരങ്ങളിൽ വന്നിട്ടുണ്ട്. കേരളത്തിലേക്കും വന്നിട്ട് വർഷങ്ങൾ പലതായി. കൊല്ലം, തിരുവനന്തപുരം, കൊച്ചി ആദിയായ പ്രധാന നഗരങ്ങളെല്ലാം സാത്താന്യ സഭകൾ ധാരാളമുണ്ട്. ഇതാ ഒരു വർഷത്തിന് മുൻപ് പത്രത്തിൽ വന്ന വാർത്ത, നഗരം നരകമാക്കാൻ ചെകുത്താൻ്റെ ആരാധകർ. കൊച്ചിയിൽ വീണ്ടും സാത്താൻ ആരാധന സജീവമാകുന്നു. മുഴുവൻ വായിപ്പാൻ സമയം അനുവദിക്കുന്നില്ല. ഇനി വിഷയത്തിലേക്ക് വരികയാണ്. സാത്താൻ സഭകൾ പ്രത്യക്ഷമായി നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. അവ പരസ്യമായി തന്നെ പിടികൊടുക്കാതെ അവരെ സഭകൾ സ്ഥാപിച്ച് അത് ആരാധിക്കുവാൻ തയ്യാറാവുകയാണ്. ഈ ആരാധന ഈ രണ്ട് കൂട്ടരുണ്ട്. ഒരു കൂട്ടർ കാര്യസാധ്യത്തിന് സാത്താൻ ആരാധിക്കുന്നവർ. ഈ റഷ്യയിലെ സാത്താൻ സഭക്കാർ പറഞ്ഞ വാദം ശ്രദ്ധിക്കുക. ഞങ്ങൾ കുറെ കാലം ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് സമ്പന്നരായില്ല. സാത്താനോട് പ്രാർത്ഥന തുടങ്ങിയ ശേഷം ഫലമുണ്ടായി. അപ്പോൾ അനേകരും ദൈവത്തെ ആരാധിച്ചിട്ട് പണക്കാരാകാത്തതുകൊണ്ട് ഇനി പണക്കാരാകാൻ സാത്താനെ ആരാധിക്കാം. അഥവാ വിവിധ കാര്യസാധ്യത്തിനായി സാത്താനെ ആരാധിക്കുന്നവർ. രണ്ടാമതൊരു കൂട്ടരുണ്ട്, റിക്രൂട്ടിംഗ് നടത്തപ്പെടുന്നു. സാത്താൻ്റെ ഏജന്റന്മാരായി ലോകമെമ്പാടും പ്രവർത്തിക്കുവാൻ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നു. അതാണ് സാത്താൻ സഭ ചെയ്യുന്നത്. അവിടെ മനുഷ്യമാംസവും മനുഷ്യരക്തവും കുടിക്കാൻ കൊടുക്കപ്പെടുന്നു. അതിൻ്റെ ആരാധന രീതികളെല്ലാം വർണ്ണിക്കാൻ ഇപ്പോൾ തുനിയുന്നില്ല. എങ്കിലും ഒരു ഫുൾ ടൈം ഏജന്റായി സാത്താൻ ഏജന്റായി മാറിയ വ്യക്തിക്ക് മനുഷ്യരൂപം വെടിഞ്ഞ് ലോകത്തിലെ ഒരു മൃഗരൂപമോ ഒരു പാമ്പൻ്റെ രൂപമോ കരയിലോ വെള്ളത്തിലുള്ള ഏത് രൂപമായി മാറാൻ കഴിയും. ആ വ്യക്തിയുടെ ശരീരം ഒരു സെൽഫോണിൻ്റെ കവറ് ഇങ്ങനെ മാറ്റിവെക്കുന്ന പോലെ വെച്ചിട്ട് അവന് ഒരു രാജ്യത്തേക്ക് പോകാനും ഏത് സ്ഥലത്തും കടന്നു ചെല്ലാനും ഏത് പ്രവൃത്തിയും കൊലപാതകമോ കൊള്ളയോ അല്ലെങ്കിൽ കള്ളക്കടത്തോ അല്ലെങ്കിൽ വ്യഭിചാരമോ ശരീരത്തെ വിട്ടിട്ട് കടന്നു എന്ന് പ്രവർത്തിക്കാൻ കഴിയും. ഇതൊക്കെ ഒറ്റ കേൾവിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും ഇന്ന് ഇത് നടന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ വ്യക്തിപരമായി ഉള്ള ശുശ്രൂഷയിൽ ഇതിനെ സ്ഥിരീകരിക്കത്തക്ക സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ വിസ്താര ഭയത്താൽ ഞാൻ വിടുകയാണ്. ആകട്ടെ, ഈ സാത്താൻ്റെ ഏജന്റന്മാർ പട്ടണങ്ങളെല്ലാം കോൺഫറൻസ് നടത്തും. ആ ഒരു കോൺഫറൻസിൽ പങ്കെടുത്ത ഒരു വ്യക്തി ഏജന്റ് നേരിട്ട് ഇങ്ങനെയാണ് വിവരിക്കുന്നത്. അവിടെ നേരിട്ട് ലൂസിഫറിനെ അവർ കണ്ടു. അവൻ്റെ സിംഹാസനം വന്നിരുന്നു, ഏജന്റുമാർ ചുറ്റും വന്നിരുന്നു. ലൂസിഫർ പറഞ്ഞത്, അവിശ്വാസികളോട് എതിർക്കേണ്ട, അവരെൻ്റെയാണ്. കപടഭക്തിക്കാരെ എതിർക്കണ്ട, അവർ എന്നെപ്പോലെ ഉള്ളവരാണ്. യഥാർത്ഥ ക്രിസ്ത്യാനികളെ മാത്രം എതിർക്കുക. അവരാരും ആ സ്ഥലത്ത് പോകരുത്. ആ സ്ഥലത്തിൻ്റെ പേര് നിങ്ങൾക്ക് പറയാമോ? സ്വർഗം. അത് സാത്താൻ വാഗുകൊണ്ട് പറയത്തില്ല, അവന് ഇഷ്ടമല്ല. അതുകൊണ്ട് ആ സ്ഥലത്ത് പോകരുത്. അപ്പോൾ അവളുടെ കൂടി വന്ന ഒരു ഏജന്റ് ചോദിച്ചു, എന്തുകൊണ്ടാ? അതെ, ദൈവം എന്നെ ആ സ്ഥലത്ത് നിന്ന് ഓടിച്ചു കളഞ്ഞു. അപ്പോൾ ഒരു ഏജന്റ് പറഞ്ഞു, മാനവരാശിയെ വിടിവിച്ച് ആ ദൈവത്തെങ്കിലൊക്കെ മടക്കി വരുത്തുവാൻ ദൈവം ഒരാളെ അയച്ചിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടു. സാത്താൻ ചോദിച്ചത് ആരാണ്? കൂടിയെന്ന് ഒരാൾ പറഞ്ഞു, യേശു. ഈ വാക്കുച്ചരിച്ചതും സാത്താൻ ഇരുന്ന കസേരയിൽ നിന്നും താഴെ വീണെന്ന്. കാരണം യേശുവിൻ്റെ യേശു വന്ന ആ ഉച്ചാരണത്തിന് നിന്ന് അത്ര ശക്തിയാ. അവൻ പറഞ്ഞത്, എൻ്റെ ജീവനെ സ്നേഹിക്കുന്ന ആര് മേലാൽ ഈ വാക്ക് നമ്മുടെ കോൺഫറൻസിൽ ഉച്ചരിക്കരുത്. പ്രിയമുള്ളവരെ, നമ്മുടെ ആരാധനയിൽ യേശു എന്ന നാമം ഉച്ചരിക്കേണ്ട ആവശ്യകത നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആരാധനയിൽ യേശു
എന്നുള്ള വാക്ക് എത്ര പ്രാവശ്യം പറയുന്നുണ്ട്? നമ്മുടെ എല്ലാം ഒരു പോരായ്മ, നമ്മളെ നടത്തിയാൽ നടക്കും, ചെയ്താൽ ചെയ്യിപ്പിക്കും. എനിക്ക് തോന്നുന്നത് തിരിഞ്ഞല്ല ശിശുക്കളെ പോലെ ആകണമെന്ന വാക്യം ശിരസാ വഹിച്ചിരിക്കുക. ശിശുവായിരുന്നപ്പോൾ അമ്മ കഴിക്കാൻ കൊടുത്താൽ കഴിക്കും, കുടിക്കാൻ കൊടുത്താൽ കുടിക്കും, കിടത്തി ഉറക്കിയാൽ കിടക്കും, എഴുത്തി എഴുന്നേൽപ്പിക്കും, പിടിച്ചു നടത്തിയാൽ നടക്കും. എല്ലാവരും ശിശുക്കളെ പോലെ ആയിരിക്കുക. സ്തോത്രം പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞാൽ ആ സ്തോത്രം, ഹല്ലേലൂയ പറഞ്ഞാട്ടെ ഹല്ലേലൂയ. ഇനി അതും എപ്പോഴാ? സ്കൂൾ ബെല്ലടിക്കുന്നു, യോഗം തീർന്നെന്നോ നാട്ടുകാരെ അറിയിക്കാനുള്ളൊരു സംഭവവികാസമാണ് എന്ത്? ഹല്ലേലൂയ. എന്ത് കഷ്ടമായി പോയി. ഇനി ആരാധനയ്ക്കിരുന്നാലും ഇങ്ങനെ വായും മൂട്ടി ചാഞ്ഞിരിക്കുന്നതല്ലാതെ എന്തോ പറയണമെന്ന് ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്കൊന്നും അറിയാൻ വയ്യ. എൻ്റെ പ്രിയ വിശ്വാസികളെ, നമ്മൾ ചെയ്യുന്നതിൻ്റെ എല്ലാം ശക്തിയും പ്രയോജനവും അന്ന് അറിഞ്ഞിരുന്ന എത്ര നന്നായിരുന്നു. നാം യേശുവിൻ രക്തം എന്ന് പറയുന്നതിൻ്റെ ശക്തി എത്ര വലുതാണ്. യേശു എന്ന് പറയുന്നതിൻ്റെ ശക്തി എത്ര വലുതാണ്. ദൈവത്തിന് വചനം ഉച്ചരിക്കുന്നതിനാൽ, ഉരുവിടുന്നതിനാൽ ശക്തി എത്ര വലുതാണ് നാം അറിഞ്ഞിരിക്കണം. ഇതറിഞ്ഞെങ്കിൽ ഇടപെടാതെ പറയുമായിരുന്നു. ആരാധനയിൽ അവസരം കിട്ടുന്നത് പോലെ യേശു എന്ന് ഉച്ചരിച്ച് അവനെ നാമത്തെ ഉയർത്തുക. കാരണം യേശുവിന്റെ നാമത്തിങ്കൽ എല്ലാ മുഴങ്കാലും മടങ്ങും. അത്ര ശക്തിയുള്ള നാമമാണ്. ഈ സാത്താന്റെ ലോകത്തിലെ പ്രവർത്തന പദ്ധതികളെ ചുരുക്കമായി വിവരിക്കുന്നു. ഈ ഏജന്റ് അദൃശ്യ ലോകത്തിൽ ഒരു ലാബറട്ടറി കണ്ടു. സാത്താന്റെ മനഃശാസ്ത്രജ്ഞന്മാരും മറ്റ് ശാസ്ത്രജ്ഞന്മാരും ഗവേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. പുതിയ ഉൽപ്പന്നങ്ങൾ ഡിസൈൻ ചെയ്യുകയാണ് അവരുടെ ജോലി. മനുഷ്യന്റെ ശ്രദ്ധ ദൈവത്തിന് തിരിക്കുവാൻ തക്കവണ്ണമുള്ള അതേ ഫാഷൻ വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്യുകയാണ്. പെർഫ്യൂംസ്, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ഇലക്ട്രോണിക് കളിപ്പാവകൾ, ഉപയോഗത്തേക്കാൾ കൂടുതൽ ഉല്ലാസവും ഗർവവും തോന്നിപ്പിക്കുന്ന ആഡംബര കാറുകൾ, അധിക നശീകരണശേഷിയുള്ള യുദ്ധായുധങ്ങൾ, ഇതെല്ലാം പുറത്തിറക്കുവാൻ വേണ്ടിയുള്ള ഒരു ഗവേഷണ സ്ഥലം പിശാചിനുണ്ട്. നൂതനമായ കാര്യങ്ങൾ പുറത്തിറങ്ങുമ്പോൾ അവൻ്റെ പിന്നിൽ സാത്താൻ്റെ ബുദ്ധിയാണുള്ളത്. നമുക്കൊരു ഗുണപാഠം, വെള്ളവസ്ത്രം ധരിച്ചാൽ അവരെല്ലാം വിശുദ്ധന്മാരാണെന്നോ വിശുദ്ധി വർദ്ധിക്കുമെന്നോ ഞാൻ പറയുന്നില്ല. എങ്കിലും ഞായറാഴ്ചയെങ്കിലും വെള്ളവസ്ത്രം ധരിച്ച് വരണമെന്ന് ശുശ്രൂഷകരെ പറഞ്ഞാൽ അനേർക്ക് വലിയൊരു ശ്വാസം മുട്ടലാണ്. ഒരു വെള്ള കളറിടുന്നത് ദോഷമാണെന്ന് പറയുന്നില്ല. എങ്കിലും ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ലോകം വെച്ച് നീട്ടുന്ന ഫാഷൻ ഡിസൈൻസ് നമ്മൾ കൈനീട്ടി സ്വീകരിച്ച് ഒരിക്കലും പിശാചിന് വഞ്ചനയിൽ അകപ്പെടരുത്. നമ്മളെ വിവാഹവേദം ശ്രദ്ധിച്ചിട്ടുണ്ടോ? പാപം കൊച്ചുങ്ങൾ ഈ പ്രസംഗം തീരാൻ വേണ്ടി ഒന്ന് കാത്തിരിക്കുക, ഈ വെള്ളയൊന്ന് ഊരിയങ്ങ് കളയാൻ. പിന്നെ കറുപ്പോ ചുമപ്പോ ഒക്കെ ഉടനെ തന്നെ അവരെ ആ വസ്ത്രത്തിൽ തന്നെ കാണുന്ന എന്തോ ഒരു ഭംഗിയും തേജസ്സുമാ. കുറഞ്ഞ പക്ഷം വീട് വരെ ചെല്ലുന്നവരെങ്കിലും ഒന്ന് ഇട്ടുകൂടെ? എങ്കിലും ആകപ്പാടൽ വേർപ്പും ശ്വാസവും എപ്പോഴൊന്ന് തീരും. കയ്യൊപ്പോ ഒന്ന് ഇട്ടുകൊടുത്ത് ഞങ്ങളെ വൈഫും ഹസ്ബൻഡും ആക്കിയൊന്നൊരു പ്രഖ്യാപനം ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ ഇതങ്ങ് ഈ വെള്ളയങ്ങ് വലിച്ചൂരി കളഞ്ഞ്. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നാം അതേ വഞ്ചിക്കപ്പെട്ടു പോകരുത്. നാം ആലയത്തിലെങ്കിലും പെർഫ്യൂം ഒഴിവാക്കിക്കൂടെ? ആലയത്തിൽ വരുമ്പോഴും അത് അവശ്യം വേണ്ട ആളുകളുണ്ട്. ബ്യൂട്ടി പാർലറിലേക്ക് കയറും മുമ്പ് 2 വട്ടം ആലോചിക്കണം, ഞാൻ ഇവിടെ കയറണമോ? അതാണ്. നമ്മുടെ മക്കൾക്ക് കളിപ്പാട്ടം വേണ്ടെന്ന് പറയുന്നില്ല. എന്നാൽ പണമുള്ള ആളുകൾ കുഞ്ഞുങ്ങൾക്ക് 1000കണക്കിനും 16,000 രൂപ വിലയുള്ള ഇലക്ട്രോണിക് കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുക്കുന്നു. അത് നാം ശ്രദ്ധിക്കണം. നമ്മുടെ വീട്, അനേക ദൈവമക്കളുടെ വീട്
കണ്ടാൽ ഒരു കാഴ്ചബംഗ്ലാവോ അല്ലെങ്കിൽ വേറെ ഭാഷ പോലെ ക്ഷേത്രമോ ആണെന്ന് തോന്നിപ്പോകും. അതേ അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ വിശുദ്ധ പൗലോസിന്റെ മനസ്സിനൊന്ന് ചൂട് പിടിച്ചെന്ന എന്ത് കണ്ടിട്ടാ? അപ്പോസ്തല പ്രവൃത്തികൾ 17-16. അഥേനയിൽ പൗലോസ് അവർക്കായി കാത്തിരിക്കുമ്പോൾ നഗരത്തിൽ ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് മനസ്സിന് ചൂട് പിടിച്ചു. നഗരത്തിൽ ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് ചൂട് പിടിച്ചു. ഇനിയും പറഞ്ഞാൽ അതിനെ നരകത്തിൽ എന്നുണ്ടാക്കിയാൽ ഭംഗിയായിരിക്കും. ഇന്ന് പലരുടെയും വിശ്വാസ വീടുകൾ അതുപോലെ എന്തെല്ലാം ബിംബങ്ങളാ. ആന കൊമ്പുമായിട്ട് നിൽക്കുന്നു, സിംഹം വാവിടുന്ന് നിൽക്കുന്നു, കരടി വേറെ, പൂച്ച വേറെ, പൂന വേറെ, വേറെ എന്തെല്ലാം രൂപങ്ങളാണ്. ഏറെ വെച്ചിരിക്കുന്നു, കണ്ണാടിക്കുട്ടി വെച്ചിരിക്കുന്നു. അനേകരുടെയും വീടുകൾ, വിശ്വാസ വീടുകൾ സന്ദർശിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 17-16 അനുഭവപ്പെടുക. ബിംബങ്ങളെല്ലാം കണ്ടിട്ട് മനസ്സിനൊരു ചൂട്. പിന്നെ ഇതൊന്നും വെളിയിൽ കാണിക്കാതെ ദുഃഖിച്ചിങ്ങി ഇറങ്ങിപ്പോരുകയാണ് വിശുദ്ധന്മാർ. ഓർക്കണമേ, നമ്മൾ വഞ്ചിക്കപ്പെടരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഉല്ലാസത്തിന് എന്തെങ്കിലും ഒരു കളിപ്പാട്ടങ്ങൾ ഒറ്റോ വാങ്ങിച്ചു കൊടുത്താട്ടെ. എന്നാൽ ആരാധനയ്ക്കല്ലെങ്കിലും കൂടെ നമ്മുടെ വീടുകൾ, വിശ്വാസ വീടുകൾ ഇങ്ങനെയുള്ള രൂപങ്ങളും ബിംബങ്ങളും കൊണ്ട് നിറയ്ക്കരുത്. അതിൽ ഒരു സാത്താന്യമായ വഞ്ചന ഒളിഞ്ഞിരിപ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം. സാത്താൻ ധാരാളമായ വിതരണത്തിന് നിർദ്ദേശിച്ചിരിക്കുന്നതായ 3 കാര്യങ്ങൾ പ്രധാനമായി മണി, വെൽത്ത് ആൻഡ് വുമൻ. ഇത് 3 സാത്താൻ ധാരാളമായി ഇഷ്ടം പോലെ കൊടുത്തേര്. ഇഷ്ടം പോലെ പണം കൊടുത്തേക്കുക, ഇഷ്ടം പോലെ സമ്പത്ത് ജനങ്ങൾ കൊടുത്തേക്കുക. അടുത്തത് സ്ത്രീജനം. ക്ഷമിക്കണം, അല്ലെങ്കിൽ ഇപ്പം എന്താ ക്ഷമ ചോദിക്കാനാ? ഇവർക്കല്ലേ ആദ്യമേ അബദ്ധം വന്നത്. ഇന്നും അങ്ങനെ തന്നെ പിശാച് ഏറിയ പങ്കും ആയുധമാക്കുന്നത് സ്ത്രീകളെ തന്നെയാണ്. പക്ഷെ ഇവിടെ ഉള്ളവരെ അല്ല കേട്ടോ, നമ്മളെല്ലാം ദൈവമക്കളാണ്. ഇത് പ്രധാനമായി നൽകിക്കൊണ്ടാണ് ഇന്ന് നടീനടന്മാർ, നർത്തകിമാർ ഇതൊക്കെ കേവലം ഒരു പ്രൊഫഷനാണെന്ന് അവർ വിചാരിക്കുന്നവരെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ഇവരെല്ലാം അനേകരെ പാപത്തിലേക്ക് വലിച്ചടിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോകുന്നവരായി മാറുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ഫാൻസി ഡ്രസ്സ് എന്ന് പറയുന്നത് ഫാൻസി ഓർത്തിരിക്കണമെന്ന്. ഫാൻസി സ്റ്റോറുകൾ എവിടെ നോക്കിയാലും പെരുകുകയാണ്. ചിലർ ഒരു ബിസിനസ്സിൻ്റെ ഭാഗം എന്ന വണ്ണം ഫാൻസി സ്റ്റോർ തുടങ്ങിയിട്ടുണ്ടാവാം. സാത്താൻ്റെ പ്രധാന വശീകരണ സാധനങ്ങളാണ് കോസ്മെറ്റിക്സ്, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ആഭരണങ്ങൾ, പൊട്ട്, മറ്റ് കാര്യങ്ങൾ, പിന്നെ ഉള്ളതായ അലങ്കാര വസ്തുക്കൾ ഒക്കെയും. സാത്താൻ നേരിട്ട് ഏജന്റുമാരിലൂടെ തുടങ്ങിയിട്ടുള്ള ഫാൻസി സ്റ്റോറുകൾ നമ്മുടെ നഗരങ്ങളിലുണ്ട്. നാം വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. കടയിൽ കയറിയാൽ കണ്ണിൽ കാണുന്നതെല്ലാം വില കൊടുത്ത് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവരുന്നത് ആ കൂടെ പിശാചിൻ്റെ ബന്ധനവും നമ്മുടെ വീട്ടിലേക്ക് വരും. ഈ സാത്താൻ ആത്മാക്കളെ നേടുന്നുണ്ട് പോലും. സ്കൂളുകളിൽ, വിശേഷിച്ച ഗേൾസ് സ്കൂളുകളിൽ അവൻ ഏജന്റുമാരെ നിർത്തും. പെൺകുട്ടികളെ, അവൻ്റെ ഏജന്റുമാരായ ആളുകളെ, പെൺകുട്ടികളെ വിദ്യാർത്ഥിനികൾ എന്ന നിലയിൽ അവിടെ അയക്കും. ഗേൾസ് ഹോസ്റ്റലുകളിലൊക്കെ അവൻ ഏജന്റുമാരുണ്ടായിരിക്കും. ആധുനിക വസ്ത്രധാരണവും ചെയ്ത് ഡ്രസ്സും സൗന്ദര്യവർദ്ധക വസ്തുക്കളും ബുക്കുകളും ഒക്കെ കൊടുത്ത് മറ്റുള്ളവരെ വശീകരിക്കുന്നു. ചെറുപ്രായത്തിലെ പിടികൂടുകയാണ്. ചിലപ്പോൾ വഴിമധ്യേ ലിഫ്റ്റ് ചോദിച്ച് പെൺകുട്ടികൾ നിൽക്കുകയും അവരെ കയറ്റിയാൽ ആ വാഹനം അജ്ഞാത കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകപ്പെടുകയും അങ്ങനെ കൊണ്ടുപോകുന്ന പലരെ കാണാതാകുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള വാർത്തകൾ ലോകമെമ്പാടും ഒന്നിനൊന്ന് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. സാത്താന് വേറൊരു പ്രവർത്തന സ്ഥലമാണ് വന്ധ്യതാ ചികിത്സാ കേന്ദ്രങ്ങൾ. സാത്താൻ്റെ പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ട സംഗതിയാണ് വന്ധ്യത. സന്താന ലഭ്യമല്ലാത്ത നിലയിൽ മനുഷ്യനെ ആക്കുക. എന്തിനാണെന്നറിയാമോ? ഒരു വ്യക്തി ജനിച്ച
ദൈവമകനായിട്ട് തീരാൻ സാധ്യതയുള്ളതിനാൽ അതിനെ കഴിയുമെങ്കിൽ തടയുക എന്നതാണ്. രണ്ടാമത് ഉദ്ദേശ്യം, വന്ധ്യതയുള്ള ആടുകൾ ചികിത്സ തേടിപ്പോകും. മിക്കവാറും നമ്മുടെ ദേശങ്ങളിലുള്ള വന്ധ്യതാ ചികിത്സാ കേന്ദ്രങ്ങളിൽ സാത്താൻ്റെ ശക്തമായ സാന്നിധ്യമുണ്ട്. അങ്ങനെയുള്ള കേന്ദ്രങ്ങൾ പോയിട്ടുള്ളവർക്കറിയാം, കേവലം വെറും മരുന്നുകൾ മാത്രമല്ല, ഇന്ന് ലഭ്യമായ അലോപ്പതി വേണമെങ്കിൽ ഒഴിച്ചു നിർത്താം, ആയുർവേദം ആദിയായ കൂടാതെ പാരമ്പര്യ ചികിത്സാ സമ്പ്രദായങ്ങൾ പലതും മന്ത്രങ്ങളും പൂജകളും ചെയ്താണ് പുറത്തിറക്കുന്നത്. മരുന്ന് ഉപയോഗിക്കുന്നവരിൽ നല്ലൊരു പങ്കും സാത്താന ബന്ധനത്തിലായിത്തീരും. അങ്ങനെ മന്ത്രം ചെയ്തും പൂജ ചെയ്തും ഇറക്കുന്നതായ മരുന്ന് ഉപയോഗിക്കുന്നവരെ വിശ്വാസികളുടെ ഉള്ളത്തിൽ ആ ബന്ധനം ഉണ്ടാകും. അവർ ശരിയായി തിരിച്ചറിഞ്ഞ് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് നിശ്ചയമെടുക്കുമ്പോൾ മാത്രമേ ആ ബന്ധനം അഴിഞ്ഞു പോകുന്നുള്ളൂ. ഇനി വന്ധ്യതാ ചികിത്സാ കേന്ദ്രങ്ങളിൽ പോയി ഈ വിധമായ ചികിത്സകൾ തേടിയാൽ കുഞ്ഞുങ്ങൾ ജനിക്കും, പക്ഷേ അവരെല്ലാം സാത്താൻ ഏജന്റന്മാരായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ പിശാച് പിൽക്കാലങ്ങളിൽ കുറ്റവാളികളും സാമൂഹിക ദ്രോഹികളും ദൈവജനത്തിനെതിരെ പ്രവർത്തിക്കുന്നവരുമാക്കി അവരെ വളർത്തിക്കൊണ്ടുവരും. മെറ്റേണിറ്റി ഹോംസ്, പ്രസവാശുപത്രികൾ സാത്താൻ്റെ പ്രവർത്തന കേന്ദ്രങ്ങളാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പിശാച് ശക്തിയായി പ്രവർത്തിക്കുകയും ചില കുഞ്ഞുങ്ങൾ ജനിക്കും മുമ്പേ അവരെ കൊല ചെയ്ത് കളയുകയും ചെയ്യും. അങ്ങനെയുള്ള ബന്ധനങ്ങളുള്ളതായ സ്ഥലങ്ങളിൽ ചികിത്സകളുടെ വിജയമാണെന്നുള്ളതായ ധാരണ സാത്താൻ സൃഷ്ടിച്ചു കൊടുക്കുകയും കൂടുതൽ ആളുകൾ അവിടേക്ക് പോവുകയും ചെയ്യും. പുറത്തുള്ളതായ പ്രവർത്തനങ്ങളെക്കുറിച്ച് പരിമിതമായി പറഞ്ഞു നിർത്തി അവൻ ആത്മീയ രംഗത്ത് അങ്ങനെ പ്രവർത്തിക്കുന്നു പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഒന്ന്, ദേശമെമ്പാടും വ്യാജസഭകൾ സ്ഥാപിക്കുന്നു. വ്യാജസഭകൾ, ഹീലിംഗ് സെന്റേഴ്സ് അതത് ഇടങ്ങൾ തുടങ്ങാൻ ഇടയാക്കുന്നു. അത് സഹായിച്ചിട്ട് രോഗശാന്തി നടത്താൻ കഴിവ് അത് തുടങ്ങിയവർക്ക് കൊടുക്കുകയാണ്. അവർ പലരും വ്യാജപ്രവാചകന്മാരാണ്. ഭൂതബാധിതരെ ആളുകളൊക്കെ അവിടെ പ്രാർത്ഥിക്കാൻ വരികയും ഭൂതം വിട്ടുപോവുകയും ചെയ്യും. പക്ഷേ അതെല്ലാം ഒരു തരം നാടകങ്ങളാണ്. ഈ സാത്താൻ ഒരിക്കലും സാത്താനെ പുറത്താക്കുകയില്ല, ബൈബിൾ പറയുന്നു. അപ്പോൾ സാത്താൻ സേവക്കാര് അല്ലെങ്കിൽ വ്യാജപ്രവാചകന്മാർ പറയുമ്പോൾ പിശാച് വിട്ടുപോകുന്നെങ്ങനെ ചോദിച്ചാൽ ഇതൊരു ഒത്തുകളിയാ. കാരണം ഇവൻ്റെ ഈ പ്രവാചകന്റെ പ്രവർത്തനങ്ങൾ വിപുലപ്പെടാൻ വേണ്ടി, പേര് കിട്ടാൻ വേണ്ടി തൽക്കാലം അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കും. അപ്പോൾ ഇന്നാര് പ്രാർത്ഥിച്ചു, ഇന്ന ക്രൂസേഡിൽ പോയി, അവരെ പിശാച് പുറത്തായി ഇന്ന് പേര് കിട്ടും. പക്ഷേ മാറി നിന്നിട്ട് അനേകായിരമായിട്ട് പിന്നീട് ആ വ്യക്തികളിലേക്ക് അതേ പിശാചുക്കൾ മടങ്ങി വരും. ഇങ്ങനെയുള്ള വ്യാജ സഭാ കേന്ദ്രങ്ങളിൽ ചില പ്രാർത്ഥിച്ച് കർച്ചീഫൊക്കെ കൊടുത്തു വീട്ടിൽ കൊണ്ട് വെച്ചാൽ മതി, തലേൻ്റെ കീഴിൽ വെച്ചാൽ മതി, ബന്ധനങ്ങൾ അടിക്കും, അനുഗ്രഹങ്ങൾ സിദ്ധിക്കും, ലോട്ടറി അടിക്കും, കാറ് കിട്ടും, അമേരിക്കയിൽ പോകും, ഇംഗ്ലണ്ട് വിലയ്ക്കും അടിക്കും എന്നൊക്കെ പറയും. കൊണ്ടുവയ്ക്കുമ്പോൾ അതോടുകൂടെ പിശാചിൻ്റെ ബന്ധനത്തിലായി കഴിഞ്ഞു ആ വീട് മുഴുവനും. ഇനി ദൈവസഭയ്ക്കുള്ളിൽ ഈ സാത്താൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ അതേ കൊണ്ടുവരികയാണ്. ശുശ്രൂഷകർക്കും നന്നായി പ്രവർത്തിക്കുന്ന വിശ്വാസികൾക്കും രോഗം അപകടം വരുത്തുക സാത്താൻ്റെ തന്ത്രമാണ്. അതിൽ ഒരു സാത്താൻ്റെ ഏജന്റ് പറഞ്ഞ സാക്ഷി ശ്രദ്ധിക്കുക. ഒരു ചെറുപ്പക്കാരൻ യേശുവിനെ കുറിച്ചും രക്ഷയെക്കുറിച്ചും നല്ല സാക്ഷ്യം പറയുന്നവനായിരുന്നു. അത് ഇവർക്കാകെ ഒരു അസ്വസ്ഥത ജനിപ്പിച്ചു. ഇവരിങ്ങനെ സാക്ഷ്യം പറഞ്ഞ് അനേക ആളുകൾ രക്ഷിക്കപ്പെടുമല്ലോ, നമ്മുടെ കഷ്ടതയിൽ നിന്ന് രക്ഷപ്പെടുമല്ലോ. അപ്പോൾ ആ വ്യക്തിക്ക്, ഈ സാക്ഷ്യം പറഞ്ഞു നടക്കുന്ന വ്യക്തിന് അപകടം വരുത്താൻ അവർ പ്ലാൻ ചെയ്തു. ഒരിക്കലും കൺവെൻഷന് സാക്ഷ്യം പറയുവാനായി ഇദ്ദേഹം പോകുമ്പോൾ, ടൂറിസ്റ്റ് ബസ് യാത്ര ചെയ്യുമ്പോൾ ബസ് വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കവേ ഈ സാത്താൻ ഏജന്മാർ ചെന്ന് അതിൻ്റെ ടയറ് ഉരുട്ട് റോഡിൽ തെന്നി മാറ്റിച്ചു. ഒരു വലിയ മരത്തിൽ ചെന്ന് ഇടിച്ചതും മറിഞ്ഞു. യാത്ര ചെയ്തവരെല്ലാവരും മരണമടഞ്ഞു. അല്പം കഴിഞ്ഞപ്പോൾ ബസ്സിൻ്റെ അടിയിൽ നിന്ന ഈ ഒരു ദൈവവേദന മാത്രം പുറത്തേക്ക് വരുന്നു. എനിക്കൊരു കുഴപ്പവും പറ്റിയില്ല, ദൈവത്തിന് സ്തോത്രം എന്നാണ് അവൻ പറഞ്ഞത്. അങ്ങനെ അവനെ സാക്ഷ്യം പറയുന്നതിനും തടയുന്നതിൽ അതേ അവരെന്ന് പരാജയപ്പെട്ടു. ഇതിന് കാരണം എന്താണ്? അതേ സദൃശ്യവാക്യങ്ങൾ 11-8 വാക്യത്തിൽ വായിക്കുമ്പോൾ
നീതിമാൻ കഷ്ടത്തിന് രക്ഷപ്പെടുന്നു, ദുഷ്ടൻ അവന് പകരമകപ്പെടുന്നു. വായിക്കണം സദൃശ്യവാക്യങ്ങൾ 18. നീതിമാൻ കഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു, ദുഷ്ടൻ അവന് പകരം അകപ്പെടുന്നു. നീതിമാൻ കഷ്ടത്തിന് രക്ഷപ്പെടും, എന്നാൽ അതിന് പകരം ദുഷ്ടൻ അകപ്പെടും. ഒരു ദൈവവേദന കൊടുക്കുവാൻ അനേകം നിരപരാധികളെ കൊല ചെയ്യുന്നതിന് സാത്താന് മടിയില്ല. ഒരിക്കൽ ശ്രമം പരാജയപ്പെട്ടാൽ വീണ്ടും അത് ആവർത്തിക്കുകയും ചെയ്യും. സാത്താൻ വേറൊരു തന്ത്രമാണ് ശുശ്രൂഷകരെ പാപത്തിൽ വീഴിക്കുക. ഒരു ശുശ്രൂഷകരെ പിശാചിന് ഭയമില്ല, പ്രവചിക്കുന്നവരെ ഭയമില്ല, പ്രസംഗ വിദഗ്ധരെ ഭയമില്ല, നല്ല ബൈബിൾ ക്ലാസ് എടുക്കുന്നവരെയും ഭയമില്ല, അന്യഭാഷ പറയുന്നവരെയും ഭയമില്ല. പിശാചിന് ഭയം ഒരു വിശുദ്ധനെയാണ്. ബാക്കിയൊക്കെ ചെയ്യാൻ അനുവദിക്കും, വിശുദ്ധനായിരിക്കാൻ മാത്രം സമ്മതിക്കുകയില്ല. അതുകൊണ്ട് ശുശ്രൂഷകരെ പാപത്തിൽ വീഴിക്കുവാൻ അവൻ ശ്രമിക്കും. അതിനെ ചെയ്യുന്ന ഒരു തന്ത്രം ഒന്ന് ഇങ്ങനെയാണ്: സഭകളിലേക്ക് സ്ത്രീകളെ അയക്കും. വലിയ കൺവെൻഷനുകൾ, ക്രൂസേഡുകൾ, സുവിശേഷ യോഗങ്ങൾ, ആരാധന നടക്കുമ്പോൾ സാത്താൻ അയക്കുന്നതായ സ്ത്രീകൾ പോയി മീറ്റിങ്ങിൽ പങ്കെടുക്കും. യോഗം കഴിയുമ്പോൾ ആൾട്ടർ കോൾ, ആ പ്രാർത്ഥന ആവശ്യം മുമ്പോട്ട് കടന്നു വന്നാട്ടെ. ഈ സ്ത്രീകൾ എല്ലാവരും മുമ്പോട്ട് ചെന്ന് വണങ്ങി നിൽക്കും. ഉടനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ടും പോകത്തില്ല. പയ്യെ ആ പാസ്റ്ററെ ചുറ്റിപ്പറ്റി, ബ്രദറിനെ ചുറ്റിപ്പറ്റി അവിടെ നിൽക്കും. എന്നിട്ട് കുറച്ചുകൂടെ ഒന്ന് അടുത്തിടപെടുകയും പരിചയപ്പെടുകയും ഞാൻ ഇന്നിടത്താണ് താമസിക്കുന്നതൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. അത് കഴിഞ്ഞ് അവർ അതെല്ലാം ഒരു അഭിനയമാണ്. താമസിക്കുന്നിടത്തോട്ട് ശുശ്രൂഷകനെ ക്ഷണിക്കും. അവിടെ ചെന്നാൽ ദൈവാത്മാവിനാൽ വിവേചനമില്ലാത്തൊരു ശുശ്രൂഷകൻ അവിടെ പാപത്തിൽ വീഴുവാനിടയാകും. പാപത്തിൽ വീണ് അവൻ്റെ ഉള്ളിലെ പരിശുദ്ധാത്മാവുന്ന വിളക്ക് കെട്ടു എന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ സ്ത്രീകൾ ആരാധനയ്ക്ക് വരികയുമില്ല, അതോടെ നിർത്തുകയും ചെയ്യും. അതേ, അപരിചിതരായ സ്ത്രീകൾ ആരാധനയ്ക്ക് വരുമ്പോൾ ശുശ്രൂഷകർ ശ്രദ്ധിക്കുക. പാപത്തിൽ വീഴിക്കുക മാത്രമല്ല, അപകടത്തിലും ശുശ്രൂഷകരെ അപകടപ്പെടുത്തുവാനും അവന് പ്ലാനുണ്ട്. അങ്ങനെ ശ്രമിച്ച ഒരു പരാജയ കഥ കൂടെ ശ്രദ്ധിക്കുക. സാത്താൻ ലോകത്തിൽ തന്നെ അറിയപ്പെട്ടിരുന്ന ഒരു ദൈവദാസനുണ്ടായിരുന്നു. ഒരു ദൈവത്തിന് മനുഷ്യനായിരുന്നു. താൻ മുട്ടുമേൽ നിൽക്കുമ്പോൾ സാത്താനോ ഏജന്മാർക്ക് വലിയ അസ്വസ്ഥതയും കലക്കും ഉണ്ടാകുമായിരുന്നു. ഇവനെങ്കിലും വിട്ടാൽ ശരി വരത്തില്ല. അവര് ഒരാലോചനയിട്ടു. ഒരു സാത്താൻ്റെ ഏജന്റ് ചില പെൺകുട്ടികളെ തൻ്റെ അടുക്കലേക്ക് അയച്ചു. തന്നെ ഇടപെട്ട് വശീകരിക്കുവാനൊരു ശ്രമം നടത്തി. പക്ഷേ ആ ശുശ്രൂഷകൻ വഴങ്ങിയില്ല. ഇങ്ങനെ വശീകരിക്കുവാൻ നിയമിച്ചാക്കിയ പെൺകുട്ടികൾ ശ്രമത്തിന് പരാജയപ്പെട്ടതിന് സാത്താൻ അവർക്ക് വധശിക്ഷ വിധിച്ചു. ആ പെൺകുട്ടികൾ കൊല്ലപ്പെട്ടു. അപ്പോൾ സാത്താൻ ഏജന്റ് നേരിട്ട സ്ത്രീവേഷം കെട്ടി ഈ ശുശ്രൂഷകനെ സമീപിച്ചു. ചെന്ന് ആവുന്നു നോക്കി, ശുശ്രൂഷകൻ വഴങ്ങിയില്ല. അപ്പോൾ ഈ ഏജന്റിന് അത്രയ്ക്കായോ? അവനൊരു അഭിമാന പ്രശ്നം പോലെ, ഇത്ര ശക്തനായ ഞാൻ നേരിട്ട് ശ്രമിച്ചിട്ടും നടന്നില്ലയോ? ഇനി അടുത്തത് ഇയാളെ കൊല്ലുക തന്നെ. താനൊരു മാർക്കറ്റിൽ ചെന്ന ഒരു സാധനം വാങ്ങിപ്പാനായിട്ട് അവിടെ നിൽക്കുമ്പോൾ മാർക്കറ്റിലേക്ക് കാലുവീപ്പ കയറ്റിക്കൊണ്ടുവന്നൊരു ലോറി താൻ നിന്ന് തന്നെ മുകളിലേക്ക് മറിച്ചിട്ടു. പക്ഷേ ആ ശുശ്രൂഷകൻ ആ അപകടത്തിൽ നിന്ന് യാതൊരു പൂർണ്ണമില്ലാതെ രക്ഷപ്പെട്ടു. വിട്ടില്ല, പിന്നെയും പുറകെ നടന്നു. ഒരിക്കൽ റോഡിനരികിൽ കടന്നു പോകുമ്പോൾ മറ്റൊരു ലോറിയുടെ ഗതി തിരിച്ചുവിട്ട് ഇദ്ദേഹത്തിന് മേൽ വീണ്ടും മറിച്ചിട്ടു. ആ പ്രാവശ്യവും രക്ഷപ്പെട്ടു. അതോടുകൂടെ പരാജയം സമ്മതിച്ച് പിന്മാറി. പ്രിയ ദൈവമക്കളെ, മുൻപിൽ നിന്ന് പ്രവർത്തിക്കുന്ന നടത്തിപ്പുകാർക്കും ദൈവസഭയിൽ പ്രശോഭിക്കുന്ന ശുശ്രൂഷകർക്കും ദൈവസഭയിൽ നന്നായി പ്രവർത്തിക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടി നാം ശരിയായി പ്രാർത്ഥിക്കണം. 2 തെസ്സലോനിക്കർ 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, ഒടുവിൽ സഹോദരന്മാരെ, കർത്താവിന്റെ വചനം നിങ്ങളുടെ അടുക്കൽ എത്തിയതുപോലെ വേഗം വ്യാപിച്ച് മഹത്വപ്പെടുവാനും വചനം വ്യാപരിക്കുവാനും വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വിടുവിക്കപ്പെടുവാനും ദുഷ്ടന്മാരുമായ മനുഷ്യരെ ഞങ്ങളെ വിടുവിക്കപ്പെടുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ.
2 കൊരിന്ത്യർ 1:10-11 വാക്യങ്ങൾ. ഇത്ര വലിയ മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു, മേലാലും വിടുവിക്കും. 11-ാം വാക്യം, ഇതിനായി നിങ്ങളും പ്രാർത്ഥനയിൽ തുണയ്ക്കുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. മുമ്പിൽ നിൽക്കുന്നവരെ രോഗത്തിനും അപകടത്തിനും ഉൾപ്പെടുത്താതെ സൂക്ഷിക്കപ്പെടുവാനായി പ്രാർത്ഥിപ്പാൻ ഒരു തീരുമാനമെടുത്ത് നമ്മുടെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം യേശുവേ, സ്തോത്രം യേശുവേ, സ്തോത്രം യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യഥാർത്ഥ ദൈവജനത്തെ പിശാചിന് തിരിച്ചറിയാം. അതിന് ഒരു 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 കാറ്റലോഗ് നരകത്തിൽ കൊടുത്തിട്ടുണ്ട്. യഥാർത്ഥ ക്രിസ്ത്യാനി അവനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. യഥാർത്ഥ ദൈവപൈതൽ എങ്ങനെ തിരിച്ചറിയാം? ചില കാര്യങ്ങൾ. ഒന്ന്, യഥാർത്ഥ ദൈവപൈതൽ കഴിയുമെങ്കിൽ എല്ലാ കൂട്ടായ്മകളും പങ്കെടുക്കും. നമ്മുടെ ഇടയിൽ സമയമില്ലാഞ്ഞിട്ടല്ല, വേണമെങ്കിൽ ചക്ക വേരേലും കായ്ക്കുമെന്ന് പറഞ്ഞതുപോലെ പറ്റും എങ്കിലും ഞായറാഴ്ച മാത്രം ഒന്ന് പോയാൽ മതി. ബൈബിൾ ക്ലാസ്സോ ഇപ്പുറത്തെ ദൈവദാസൻ അത്ര വലിയ പ്രാർത്ഥന. നേരത്തെ ഇരുന്ന മൂപ്പനാണെങ്കിൽ മിടുക്കനാ. അന്ന് ഞങ്ങൾ എല്ലാവരും പോയി. എങ്ങനെയുണ്ട്? പിന്നെ ഉപവാസ പ്രാർത്ഥന. എന്നും ഒരു ഉപവാസ പ്രാർത്ഥന. കാത്തിരിപ്പ് യോഗം. ഇനി കാത്തിരിപ്പ് യോഗത്തിനൊക്കെ പോയി രാത്രി ജോലിയും കഴിഞ്ഞാൽ അവിടെ പോയി 8 മണി 9 മണിയും കഴിഞ്ഞാൽ വീട്ടിൽ വന്നാൽ പിന്നെ രാവിലെ എഴുന്നേറ്റ സഭായോഗത്തിന് പോകണം. എനിക്ക് സൺഡേ സ്കൂൾ അധ്യാപനം കൂടാ. അപ്പോൾ എനിക്ക് എല്ലാവർക്കും അതിരാവിലെ പോകണം. ഈ കാത്തിരിപ്പിനും കൂടെ അങ്ങനെ പോകുന്നേ. സൂക്ഷിക്കുക. സാത്താൻ്റെ ലോകത്തിൽ യഥാർത്ഥ ദൈവവേദന തിരിച്ചറിയാൻ വെച്ചിരിക്കുന്നതിൽ ഒന്ന്, കഴിയുന്നിടത്തോളം കൂട്ടായ്മ മുടക്കാത്ത വ്യക്തിയായിരിക്കും. രണ്ടാമത്, കയ്യിൽ ബൈബിൾ ഉണ്ടായിരിക്കും. നമുക്ക് ചിരി വരുന്നല്ലേ? പണ്ടങ്ങനൊന്നും അല്ലായിരുന്നു. ഇന്നിപ്പം ദൈവാലയത്തിൽ വരുവാനും ബൈബിളിൽ തന്നെ വേണമെന്ന് വല്ല നിർബന്ധമൊന്നുമില്ല. അതങ്ങ് ചെറുതാക്കി മൊബൈൽ ഫോണിൻ്റെ വലുപ്പത്തിലായാൽ എത്രയും നല്ലത് എന്നാണ് നിലയിലിരിക്കുക. കയ്യിൽ ഒരു ബൈബിൾ. അതുകൊണ്ട് വേദോത്സവം ഉണ്ടെന്ന് വിചാരിച്ചവൻ ഭക്തനും വിശുദ്ധനുമാണെന്ന് സ്ഥാപിക്കുകയല്ല. എങ്കിലും ആരാധനയ്ക്ക് പോകുമ്പോൾ ഒരു കയ്യിൽ ബൈബിൾ ഉണ്ടായിരിക്കും, ഒരു ദൈവവേദന കയ്യിൽ. അടുത്തത്, അവൻ്റെ ഹൃദയത്തിൽ ഒരു വിളക്ക് പ്രകാശിച്ചുകൊണ്ടിരിക്കും. പത്രോസ് പറയുന്നുണ്ടല്ലോ, ഈ വചനങ്ങളെ, നിങ്ങളുടെ തിരുവെഴുത്തുകളെ ഹൃദയത്തിൽ പ്രകാശിക്കുന്ന വിളക്ക് പോലെ കരുതിയാൽ കൊള്ളാം. അവൻ്റെ വചനങ്ങൾ എൻ്റെ കാലിദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ഒരു ദൈവവേദനൻ്റെ ഉള്ളിൽ എപ്പോഴും ദൈവത്തിൻ്റെ വചനം വിളക്കുപോലെ പ്രകാശിച്ചുകൊണ്ടിരിക്കും. സാത്താനെ നോക്കിയാൽ അറിയാം. അതിന് പകരം ഇന്നലെ ടി വിയിൽ കണ്ടതായ കാര്യങ്ങളും പിന്നെ അടുത്ത വീട്ടിലെ ചിന്നമ്മ പറഞ്ഞതായ കെട്ടുകഥയും ഇതൊക്കെ ആലോചിച്ച്, പിന്നെ നോവലും വീക്കിലി വനിതയും മെനു എല്ലാം ഉണ്ട്. ഇതൊക്കെ വായിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലും ചിന്തിച്ച് ആലോചിച്ച്, അപ്പോൾ നീണ്ട കഥയാണ്, ഇന്ന് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ പെൺകുട്ടി അവിടെ ആ കൊടൈക്കനാലിൽ സൂയിസൈഡിങ് പോയിന്റ് വരെ കൊണ്ട് നിർത്തിയിരിക്കുന്നല്ലേ. ഇനി തിങ്കളാഴ്ച അതോടെ വന്നിട്ട് വേണം അവൾ ചാടിയോ ഇല്ലയോ എന്നറിയാൻ. ഞായറാഴ്ച ഒന്ന് കഴിഞ്ഞ് തിങ്കളാഴ്ചയായി അടുത്ത വീക്കിൽ വരാൻ കാത്തിരിക്കുക. ചത്തോ പൊന്നെ അവള്. ഒരു വിശ്വാസിയെ തിരിച്ചറിയുന്നവൻ്റെ ഹൃദയത്തിൽ ഒരു വിളക്കപ്പോഴും കത്തുകൊണ്ടിരിക്കും. അത് ദൈവത്തിൻ്റെ വചനമാണ്. അടുത്തത്, അവൻ നടക്കുമ്പോൾ അവന് തലയ്ക്ക് ചുറ്റും ഒരു പ്രകാശ വലയുണ്ടായിരിക്കും. യോബ് 29 യോബ് പറയുന്നുണ്ടല്ലോ, അന്ന് അവൻ്റെ വെളിച്ചവനെ തലയ്ക്ക് മീതെ ചുറ്റി പ്രകാശിച്ചു. അത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ കാണിക്കുകയാണ്. ഒരു ദൈവവൈദ്യൻ പോകുമ്പോൾ ദൈവ സാന്നിധ്യം അവൻ്റെ തലയ്ക്ക് മീതെ ഒരു പ്രകാശം പോലെ പിന്തുടർന്നുകൊണ്ടിരിക്കും. അടുത്തത്, അവൻ്റെ ചുറ്റും ഒരു തീമതിലുണ്ടായിരിക്കും. അത് ദൈവത്തിൻ്റെ ആ സാന്നിധ്യത്തിൻ്റെ സംരക്ഷണമാണ്. അടുത്തത്, അവൻ പോകുമ്പോൾ അവന് ഇടത്തും വലത്തും പുറകിലും സ്വർഗീയ ദൂതന്മാർ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, നിന്റെ കാൽ കല്ലിത്തൊട്ടിപ്പോകാതെ വണ്ണം നിന്റെ വഴികൾ നിന്നെ കാക്കേണ്ടതിന് ആ ദൂതന്മാരോട് കൽപ്പിക്കും. സ്തോത്രം.
ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു സത്യക്രിസ്ത്യാനിയെ കണ്ടാൽ അടുത്ത് ചെല്ലുന്ന അസാധ്യമെന്നാണ് വിധിച്ചിരിക്കുന്നത്. പാപവും പിന്മാറ്റവും കൊണ്ട് ഒരു വിടവുണ്ടാകാത്ത കാലത്തോളം അങ്ങനെയുള്ള ആളുകളെ തൊടുവാൻ സാധ്യമല്ല. പിശാചിൻ്റെ ദൈവസഭയിലുള്ള മറ്റു പ്രവർത്തന രീതികൾ ധാരാളമുണ്ട്. 2-3 കാര്യം കൂടെ മാത്രം ശ്രദ്ധയപ്പെടുത്തുന്നു. അതിൽ ഒന്ന്, സഭകളിൽ പാപം പ്രവേശിപ്പിക്കുക. സഭയിൽ എന്ന് പറഞ്ഞാൽ വ്യക്തികളിൽ, വിശ്വാസികളിൽ, ശുശ്രൂഷകരിൽ പാപം പ്രവേശിപ്പിക്കുക. ഇന്ന് പാപം എന്നുള്ളത് അത്ര ഭയാനകമായൊരു വിഷയമായി കൈകാര്യം ചെയ്യുന്നില്ല. അതിനൊക്കെ അവർ പല പല മറുപേരുകളാണ് കൊടുത്തിരിക്കുന്നത്. ബലഹീനത, മാനുഷികമായ കുറവുകൾ, പിന്നെ പോരായ്മകൾ. നമ്മുടെ സഭയിൽ വല്ലവരും പാവം ഏറ്റു പറയൂ. കർത്താവിന് സ്തോത്രം ഞാൻ സ്തുതിക്കുന്നു. തിരുവത്താഴത്തിൽ പങ്കെടുക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസങ്ങൾ വന്നു. ഒരുപാട് കുറവുകളും പോരായ്മകളും കുറ്റങ്ങളും പോരായ്മകളും ആകായ്മകളും ഒക്കെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. ഓക്കെ, എന്ത് നല്ല ഏറ്റുപറച്ചിലാണെന്നറിയോ. സാത്താൻ നടുങ്ങി മോളിൽ താഴെ വീണു പോകും. എൻ്റെ ദൈവമക്കളെ, പാപത്തെ പാപമെന്ന് വിളിക്കാത്ത കാലത്തോളം നമ്മൾ തോറ്റുപോവുകയാണ്. പാപത്തെ പാപമെന്ന് തന്നെ വിളിച്ചേ മതിയാകിയുള്ളൂ. പച്ചയ്ക്ക് അതിനങ്ങനെ തന്നെ വിളിക്കണം. ഭയപ്പെടേണ്ട. ചിലപ്പോൾ വിചാരിക്കും എൻ്റെ ജീവിതത്തിൽ പല പാപങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ആളുകളല്ലേ, പ്രത്യേകിച്ച് മലയാളികൾ, പുള്ളി സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്ററാ, കേട്ടില്ലേ പാപം ചെയ്തെന്ന്. എനിക്ക് സംശയം. കഴിഞ്ഞ ആഴ്ചയിലും പുള്ളിയുടെ ഇരിപ്പ് കണ്ടപ്പോൾ ചെറിയൊരു ക്ഷീണവും ഒരു മടുപ്പും എനിക്കും തോന്നാതിരുന്നില്ല. ഇപ്പോഴല്ലേ പിടികിട്ടിയേ. ആ പാട്ടുകാരി സിസ്റ്റർ നേരത്തെയൊക്കെ വന്നിടയ്ക്കൊക്കെ നല്ല ചിരിയുടെ കൊണ്ട പാട്ടിനൊരു ഒരു ഒരു ഉപ്പിൻ്റെ ഒരു കുറവ്. ചുമ്മാതല്ല, വെറുതെയല്ല. നമ്മൾ മിടുക്കരാ. അതേ, പക്ഷേ നാട്ടുകാരെന്തോ ചിന്തിക്കട്ടെ. നീ ഞാനും പാപത്തെ പാപം എന്നുള്ള ചേറ്റ് പറയുന്നതോടുകൂടെ സാത്താൻ ലജ്ജിക്കുകയും ആ പാപത്തിനെ കട്ടഴിഞ്ഞ് സ്വന്തമായിത്തീരുകയും ചെയ്യും. യേശു വരുമ്പോൾ പോകണമെങ്കിൽ നമുക്ക് ശരിയായ ശുദ്ധീകരണം വേണം. പാപത്തെ പാപം തന്നെ വിളിക്കണം. നിങ്ങളുടെ വീട്ടിൽ ഊടാനെന്ന് പേരുള്ള ഒരു ഭയങ്കര ശക്തിയേറിയ മരുന്നുണ്ട്. അത് ബോട്ടിൽ വെച്ചിരിക്കുക. അത് വിഷമെന്ന് എഴുതി വെക്കുന്നത് എങ്ങനാ? വിഷം. അത് വലിയ കട്ടിയായ പദമാണ്. അതിന് പകരം പച്ചവെള്ളം എന്ന് എഴുതി വെച്ചാലോ? തനി പച്ചവെള്ളം എഴുതി വെക്കുന്ന ഇച്ചിരി എല്ലാറ്റിനും ഇച്ചിരി അത്ര മധുരമൊക്കെ വേണ്ടായോ? അതുകൊണ്ട് പഞ്ചസാര എന്ന് എഴുതി വെച്ചാലോ? ഭവിഷ്യത്തറിയാം. പഞ്ചസാരയെന്ന് വിളിക്കണം, വിഷത്തെ വിഷമെന്ന് തന്നെ വിളിക്കണം. പാപത്തെ പാപമെന്ന് തന്നെ സംബോധന ചെയ്യുന്നതിൽ ദൈവത്തിന് ജനം മടിക്കുന്നു. അത് തന്നെ സാത്താന്റെ ഏറ്റവും വലിയ വിജയമാണ്. പാപത്തെ പാപവും തന്നെ വിളിക്കുക. വീഴ്ച വന്നിരിക്കാം, തെറ്റിപ്പോയിരിക്കാം, പക്ഷേ അതിനെ പാപം തന്നെ വിളിച്ച് വിടുതൽ പ്രാപിപ്പാനായി ശുദ്ധീകരണത്തിന് സമർപ്പിക്കുക. അത് മാത്രമേ ഉള്ളൂ. അടുത്തത് അലസത. എല്ലാ ആത്മീയ കാര്യങ്ങൾ സഭയിൽ അലസത. ദൂത് സംസാരിക്കുമ്പോഴും ഉറക്കം. സംസാരിക്കുന്നയാളല്ല, കേൾക്കുന്നയാള്. ഒരിക്കൽ ദേവദാസൻ പറഞ്ഞു, ഒരു പ്രസംഗം കേട്ടുകൊണ്ടിരുന്നപ്പോൾ 1-2 പ്രത്യേകം ശ്രദ്ധിച്ചു. ഒരക്ഷരം പോലും ഇടാതെ എഴുതുക. തുടങ്ങിയപ്പോൾ മുതൽ തീരുന്നവരെ നോട്ട് എഴുതിയെടുക്കുന്നു. അവസാനത് കഴിഞ്ഞ് പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ നോട്ട് മുഖം തന്നേ എന്ന് പറഞ്ഞു. ഒന്ന് മടിച്ചു. എന്നാലും ചോദിച്ചതല്ലേ. കൊടുത്തപ്പോൾ പാവയ്ക്ക 1.5 കിലോ, പടവെങ്കില 1 കിലോ, ബീൻസ് 750. എന്തുവാ സംഭവം? സവായം കഴിഞ്ഞാൽ തിരിച്ചു പോകുന്ന വഴിക്ക് മലക്കരക്കടയിൽ കയറി മലക്കറി മേടിക്കേണ്ടതും പ്രൊവിഷൻ സ്റ്റോറിൽ കയറി മേടിക്കണം പരിപ്പും ആ കാര്യം കൂടെ എല്ലാം ലിഷ്ടതയ്ക്കൊണ്ടിരിക്കുക. പാപം ഭാഷ കവടിപ്പിക്കപ്പെട്ടില്ലേ? കാരണം എന്താ? ഇതൊക്കെ നമ്മൾ എത്രയോ കേട്ടതാ. ഇതെന്ന് എന്തോ എഴുതിയെടുക്കാൻ, എന്തോ പഠിക്കാനാ. 66 പുസ്തകം തന്നെയല്ലേ സ്പെഷ്യൽ ബൈബിൾ ക്ലാസ്. ആ ക്ലാസ് അങ്ങ് കളഞ്ഞിട്ടൊന്ന് ഇന്ന് സ്പെഷ്യൽ ബൈബിൾ. അതിന് എങ്ങനെ ഇരിക്കും പോലും.
ഇതെങ്ങനെ ഇരിക്കും ഉണ്ടോ? സ്പെഷ്യൽ. ദിസ് ബൈബിൾ ഈസ് ഓൾവേസ് സ്പെഷ്യൽ ടു മീ. ഒരിക്കലും അത് പഴയതാവുന്നില്ല. ഈ വചനം എന്നും നമുക്ക് സ്പെഷ്യലാ. ഹോട്ടലിൽ എഴുതി വെക്കും, ഇന്നത്തെ സ്പെഷ്യൽ എന്ന് എഴുതി വെക്കും, കരിമീൻ പൊരിച്ചത്. എന്നാൽ ഇന്നത്തേത്, എന്നാൽ എന്നും നമുക്കൊരു സ്പെഷ്യലുണ്ട്. ഈ മന്ന നമുക്കെന്നും സ്പെഷ്യലായിരിക്കണം. എത്ര പ്രാവശ്യം കേട്ടാലും, ഒരേ വചനം കേട്ടാലും നമുക്കത് സ്പെഷ്യലായിരിക്കണം. ഇനി സ്പെഷ്യലായി തോന്നുന്നില്ലെങ്കിൽ എവിടെയോ തകരാറ് പറ്റിയിരിക്കുന്നു. ഈ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് എനിക്കെപ്പോഴും അങ്ങനെയാണ്. ഓരോ പ്രാവശ്യം എനിക്കത് സ്പെഷ്യലാണ്. സാത്താന് 7 തലയും 10 കൊമ്പും 7 രാജമുടികളും തീനിറവും. ഞാൻ ഇന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതിനു മുമ്പ് കേട്ടിട്ടുള്ളൊരു കൈ ഉയർത്തിക്ക്. ഈ പറഞ്ഞ അർത്ഥം കേട്ടിട്ടില്ല? ഞാനും കേട്ടിട്ടില്ല. ഞാനും ഇന്ന് പകൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അതല്ലേ ഇത് പ്രസംഗിക്കാനായി വാക്യം വായിച്ചപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു ഇതിനിങ്ങനൊരു അർത്ഥം ജനത്തെ പഠിപ്പിക്കാൻ. ഞാനും ആദ്യം കേൾക്കുക. ഓരോ പ്രാവശ്യവും ഈ വചനം സ്പെഷ്യലാ. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമേ, ഒരിക്കലും ആ അനുഭവം നഷ്ടപ്പെട്ടു പോകാതിരിക്കട്ടെ. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരേ വചനം 100 തവണ വായിക്കുമ്പോൾ 100 പ്രാവശ്യം സ്പെഷ്യലായിരിക്കുവാൻ അലസത ദൈവസഭയിൽ. അതുകൊണ്ട് പ്രസംഗം കേൾക്കുമ്പോൾ ഉറങ്ങുന്ന കാര്യം പറഞ്ഞാൽ പ്രായമുള്ളവരോ രോഗമുള്ളവരോ വളരെ ജോലി തിരക്കുള്ളവരോ അർദ്ധരാത്രി വരെ എന്തെങ്കിലും ജോലി ഏർപ്പെട്ടവരോ ചിലപ്പോൾ മയങ്ങിപ്പോകും. ആ കാര്യമൊന്നും പറയല്ല കേട്ടോ. എന്നാൽ സാത്താൻ്റെ ഒരു വലിയ തന്ത്രമാണ് കേൾക്കേണ്ട വചനം കേൾക്കേണ്ട സമയത്ത് കേൾക്കാതിരിക്കുവാൻ ഒരു ക്ഷീണം ഉറക്കം കൊടുക്കുക. മറ്റൊന്ന് സഭയിൽ കലഹവും അനൈക്യതയും ശണ്ടയും ഉണ്ടാക്കുക. നമ്മൾ വിചാരിക്കും അത് ഇന്നാരും കൂടെ അദ്ദേഹം അത് പറഞ്ഞില്ലായിരുന്നു, ഒരു പ്രശ്നമില്ലായിരുന്നു. അത് സാത്താൻ ഉണ്ടായാലും ഒരു പ്രശ്നമില്ലായിരുന്നു പറയുന്ന പോലെ. നാം മനുഷ്യരെ നോക്കരുത്. ഒരു മനുഷ്യൻ്റെ വാക്കിനറ്റത്ത് കയറി പിടിക്കരുത്. അവരല്ല. നീ അത് പിടിക്കുമ്പോൾ ഇപ്പുറത്തും വർഷം ഞാൻ ഓർക്കുന്നില്ല, ദൈവനോട് പറഞ്ഞു, കോപിച്ച് നിന്നോട് സംസാരിക്കുമ്പോൾ നീ സൂക്ഷിക്കണം, നീ തിരിച്ചു കോപിക്കരുത്. കാരണം കോപിച്ച് സംസാരിക്കുന്നവൻ പിശാചിൻ്റെ ഏജൻ്റാണ്. അവനുള്ളൊരു പിശാചുണ്ട്. നീ തിരിച്ചവനോട് കോപിക്കുമ്പോൾ ആ പിശാച് നിന്നിലുമായി നിങ്ങളെ തമ്മിൽ അടുപ്പിച്ചിട്ട് മറ്റേ പുള്ളി മാറി നിന്ന് ചിരിക്കും. അടിയടാ അടി. സ്കൂളുകളിലെ 2 പേര് വഴക്ക് കൂടുമ്പോൾ ഈ നഖം ഇങ്ങനെ ഉരുമിക്കൊണ്ടിരിക്കുക പറഞ്ഞാൽ ഈ ഉരുമിക്കൊണ്ടിരുന്നാൽ അയ്യോ ചൂടായി അടിയിൽ അവസാനിക്കുന്ന എന്നതുപോലെ അവൻ മാറി നിന്ന ആ നഖം നമ്മൾ വിട്ടുകൊണ്ടിരിക്കും. അടി. ഇവയാൾ കോപിച്ചു, മറ്റേയാളും കോപിച്ചു. അയാൾ പറഞ്ഞു നമുക്ക് ഈ പ്രാവശ്യം കൺവെൻഷൻ വേണം. അടുത്തയാൾ പറഞ്ഞു നമുക്ക് വേണ്ട. ഒരാൾ പറഞ്ഞു നമുക്കൊരു പൊതുസ്ഥലം എടുക്കാം. വേണ്ട, വെയ്ത്തോവിന് മുറ്റം മതി, വേറെ ആളെ കോമ്പൗണ്ട് മതി. പക്ഷേ ശ്രദ്ധിക്കണം, അനൈക്യത, കലക്കം, ശണ്ട സഭയ്ക്കുള്ളിൽ പിശാച് കൊണ്ട് തന്ത്രങ്ങളാണ്. മറ്റൊന്ന് അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക, ആരാധന നടക്കുമ്പോൾ ജനശ്രദ്ധ തിരിയത്തക്കോണുള്ളതായ വിഷയങ്ങൾ ഉണ്ടാക്കുക, ശ്രദ്ധ തിരിക്കുക. കുഞ്ഞുങ്ങളോട് ഞാൻ എതിരല്ല, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പാപഹേതുവാകരുത്. ദൈവവചനം ദൂത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞിനെ ഓടി നടക്കാൻ വിടുന്നതിലൂടെ സാത്താന് നിങ്ങൾ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. കൊച്ചല്ലേ, കുഞ്ഞു കൊച്ചല്ലേ, അങ്ങോട്ട് കളിച്ചു ഇങ്ങോട്ട് കളിച്ചു. കണിങ്ങനെ കൊച്ചൊരു ഒരു 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 സ്റ്റൂളെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നിൽക്കുന്നു. ബൈബിൾ ക്ലാസ് നടക്കുമ്പോൾ എല്ലാവരും കൊണ്ട് നോക്കുക. കുഞ്ഞറിയുന്നില്ല. പക്ഷേ അത് കുഞ്ഞിനെ പിശാച് ഉപയോഗിച്ചുകൊണ്ട് അനേകരുടെ ശ്രദ്ധ അവിടെ തിരിച്ചു വിടുകയാണ്. പ്രിയപ്പെട്ട മക്കളുള്ള കൊച്ചുകുട്ടിയുള്ള അമ്മമാരെ, നിങ്ങൾ കരുതലായിരിക്കണം. നിങ്ങൾ പിശാചിൻ്റെ തന്ത്രത്തിൽ ഒരു പങ്കാളിയായി മാറാതിരിക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കഴിയുമെങ്കിൽ ദൂത് പറയുമ്പോഴേ ഉറക്കാൻ ശ്രമിക്കുക. ഉറങ്ങുന്നില്ല എന്ന് വരികിൽ ശാന്തമായി ഇരുത്താനുള്ള എന്തെങ്കിലും ഒരു മാർഗം നോക്കുക. ഇല്ല എന്ന് വരികിൽ അവരെ കൊണ്ട് വയ്യ എഴുന്നേറ്റ് പുറത്തുനിന്ന് വചനം കേൾക്കത്തക്കവണ്ണമുള്ള സ്ഥാനത്ത് പോയി നിൽക്കുക. ഒരിക്കലും ജനശ്രദ്ധ മാറ്റത്തക്കവണ്ണം പിശാച് പ്രവർത്തിപ്പാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കരുത്. ദൈവസഭയിലേക്ക് സാത്താൻ ഏജന്റുമാരെ പറഞ്ഞുവിട്ട് സഭയെ തന്നെ പൊളിക്കാൻ ശ്രമിക്കും. അഥവാ സഭയിൽ പുതിയ അംഗങ്ങൾ വരുമ്പോൾ
ശുശ്രൂഷകരും വിശ്വാസികളും അതീവ ജാഗ്രതയായിരിക്കണം. മരുന്ന് ആത്മാക്കളെല്ലാം ആത്മാക്കളാന്ന് വിചാരിക്കരുത്. ആരുടെയാണോ, ദൈവത്തിൻ്റെ ആണോ സാത്താൻ്റെ ആണോ എന്ന് നമ്മൾ വിവേചിച്ചറിയണം. ഒരു സഭയിലെ നല്ലൊരു ബൈബിൾ ക്ലാസ് ആണല്ലോ, ബൈബിൾ ക്ലാസ് തന്നെയും പൊളിച്ചു കെട്ടിക്കൊടുത്ത ഒരു സംഭവം കൂടെ പറയാം. ഒരു സഭയിലൊരു ശുശ്രൂഷകൻ വന്ന നല്ല രീതിയിൽ ബൈബിൾ ക്ലാസ് തുടങ്ങി. വിശ്വാസികൾ സന്തോഷമായി, പിന്നെ പുതിയ ആത്മാക്കൾ വരാൻ തുടങ്ങി, അനേകർക്ക് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി ഗ്രഹിപ്പാൻ തുടങ്ങി. സഭയ്ക്ക് ഒരു പുതിയ നാമ്പ് മുളച്ചതുപോലെ, നാമ്പ് വന്നതുപോലെ ആയി. അപ്പോഴേക്കും സാത്താൻ മനസ്സിലായി, ഇങ്ങനെ വിട്ടാൽ ഈ വേലയ്ക്കൊരു വളർച്ച ഉണ്ടാകും. അവൻ ഒരാളെ പറഞ്ഞു വിട്ടു. ഒരു മാന്യനായ ഇദ്ദേഹം മീറ്റിങ്ങിൽ പുറകെ വന്നിരുന്നു. പിന്നെ ആദ്യം പുറകിലിരുന്നു, പിന്നെ രണ്ടിലും മുമ്പോട്ടിരുന്നു. പിറ്റേ ദിവസം അവിടുത്തെ ശുശ്രൂഷകനെ പരിചയപ്പെട്ടു. ഞാൻ അവിടെ ആരാധനയ്ക്ക് കേട്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല വചനമാണ്, ബ്രദറിൻ്റെ പഠിപ്പിക്കൽ എന്ന് പറയുന്നത് സൂപ്പറാന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം അങ്ങ് പൊങ്ങി. അങ്ങനെ ഞാനും തുടർച്ചയായിട്ട് വരാൻ ഉദ്ദേശിക്കുകയാണ്. ബൈബിൾ ക്ലാസ്സിന് വന്നുകൊണ്ടിരിക്കുക. തൽക്കാലം എനിക്ക് ആരാധനയ്ക്ക് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഞാൻ അവിടുന്ന് വിട്ടു വരാൻ വേണ്ടിയെല്ലാം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ താമസിക്കാതെ ആരാധനയും കൂടെ വിട്ടിങ്ങി വരും. ഇപ്പോൾ ഞാൻ ബൈബിൾ ക്ലാസ് മുടങ്ങാതെ വരും. വലിയ സന്തോഷം. പുള്ളി 2 ബൈബിൾ ക്ലാസ്സിന് വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എല്ലാ കാര്യവും തൃപ്തിയെ. പിന്നെ ഒരു കാര്യം, പിന്നെ ഈ പാട്ട് പാടുന്നുണ്ടല്ലോ, ഇങ്ങനെ ഈ ഡ്രം മാത്രം അടിച്ച് പാട്ട് പാടുന്ന ആ ഒരു വരാം നമുക്കുണ്ടല്ലോ ഇവിടെ. ഈ ഇപ്പം ഇന്നത്തെ കാലത്ത് ഒരു ഇൻസ്ട്രുമെൻസ് ഒക്കെ നമുക്ക് സഭകളിലൊക്കെ ഒന്ന് കൊണ്ടുവന്നാൽ നല്ലതല്ലേ ബ്രദറെ? നല്ലതാ, പക്ഷേ ഇവിടെ ആർക്കൊന്നും അറിഞ്ഞുകൂടാത്തത് കൊണ്ടും ഒക്കെയാണ്. അയ്യോ അതിനെന്താ, നമുക്ക് നമ്മുടെ വളർന്നു വരുന്ന തലമുറയല്ലേ, അവരെല്ലാം പഠിച്ചിരിക്കണ്ടേ, അതിന് വേണ്ട ക്രമീകരണങ്ങൾ ഞാൻ ചെയ്യാം. ഓ അപ്പോഴത്തേനും ബ്രദറെ ഇങ്ങനെ ഒരാൾ വന്നതൊരു സന്തോഷം. ആയിക്കോട്ടെ ബ്രദറെ, നിങ്ങളങ്ങ് ചെയ്യാമെന്നാ. ഉടനെ അദ്ദേഹത്തിൻ്റെ വകയായിട്ട് ഒരു പരസ്യം, നമുക്ക് അടുത്ത ആഴ്ച മുതൽ അതേ ഇവിടെ ഇൻഷുറൻസ് പഠിപ്പിക്കാനായിട്ട് ആൾ വരുന്നതാണ്, താല്പര്യമുള്ള കുഞ്ഞുങ്ങളെല്ലാം വരാം. എല്ലാവർക്കും സന്തോഷമായി. ഒരാൾ വയലിൻ കിക്കി, ഒരാൾ കീബോർഡ് PVP, അടുത്തയാൾക്ക് ഋതമ്പാട്. നല്ല സന്തോഷം. അങ്ങനെ കുഞ്ഞുങ്ങളെല്ലാം ഉച്ച കഴിഞ്ഞ അതേ അവധി ദിവസങ്ങളിൽ വരണം എന്നായി. അവധി ദിവസം പറഞ്ഞാൽ അത് അങ്ങനെ വന്നാൽ പെട്ടെന്ന് പഠിക്കും, ഒരുപാട് വർഷങ്ങളൊക്കെ എടുക്കും. അത് ഗിത്താറൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഉടനെയൊന്നും തീരുന്നതല്ല. അതുകൊണ്ടാണ് നമുക്ക് ക്ലാസ്സിന് എണ്ണം കൂട്ടണം. അങ്ങനെയെങ്കിലൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു ആഴ്ച 2 ദിവസം, ബുധനും ശനിയും. ബുധനും ശനിയും. അപ്പോൾ എല്ലാവരും ഒരു 5:30 ആകുമ്പോൾ എത്തണം. 5 മണിക്ക് എത്തണം. സ്കൂളിൽ നിന്നൊക്കെ വരും. 4, 4:30, 5 മണിയോടൊക്കെ വിടാം. നിങ്ങൾ 5 മണിക്ക് പഠിപ്പിക്കാൻ തുടങ്ങി. അത് ഏറെക്കുറെ 6 മണിക്ക് തീർന്നു. കുറച്ച് കഴിഞ്ഞ ഉടനെ 5 മണിക്ക് പിള്ളേർ വരാതായി. 5:30 ആയ ഉടനെ അല്പം കൂടെ പഠിപ്പിക്കും, മുമ്പോട്ട് നീക്കി. അപ്പോൾ 1/2 മണിക്കൂർ മുമ്പോട്ടായി. 6:30 ക്ലാസ് തീർന്നു. കുറച്ച് കഴിഞ്ഞ ഉടനെ കുഞ്ഞുങ്ങൾ പല അസൗകര്യങ്ങളായി. പിള്ളേർ വന്നപ്പം പഠിപ്പിക്കാൻ ആശയം വന്നില്ല. അങ്ങനെ പിന്നെ അത് 6 മണിക്ക് സ്റ്റാർട്ടായി. അപ്പോൾ കഷ്ടിച്ച് 7 ബ്രേക്ക് ചവിട്ടി. അങ്ങനെ എല്ലാം കൂടെ തട്ടിക്കൂട്ടി വലിച്ചു വാരിയിട്ട് അവിടെ ബൈബിൾ ക്ലാസ് അങ്ങ് തുടങ്ങി 7 മണിക്ക്. കുറച്ചുകൂടെ കഴിഞ്ഞ ഉടനെ ബാക്കി ഊഹിക്കാമല്ലോ, സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. അവസാനം 7:30 പയ്യെ ക്ലാസ് അങ്ങ് മുടങ്ങി. ബൈബിൾ ക്ലാസ് മുടങ്ങി. ആളുകൾ വരാതെയായി. എല്ലാം ശുഭമായി തേച്ച് കഴുകി കമത്തി വെച്ച് കഴിഞ്ഞപ്പോൾ പുതിയ ആത്മാവിനെ പൊടി പോലും കാണാനുമില്ല. ശരിയായല്ലോ. ഒരു പുതിയ ആത്മാവ് സഭ വന്ന ചരിത്രമാണ് നടന്ന കാര്യം. ശ്രദ്ധിക്കുക, ഒരു പുതിയ ആത്മാവ് സഭയിൽ വരുമ്പോൾ ശുശ്രൂഷകരും വിശ്വാസികളും വളരെ ജാഗ്രതയായിരിക്കണം. അവനൊരു പിശാചിൻ്റെ ഏജൻ്റായി ദൈവസഭയിൽ കടന്ന് വഞ്ചിപ്പാൻ ഒരിക്കലും അനുവദിക്കരുത്. സ്തോത്രം. അടുത്തത്, ദൈവസഭയിൽ ദൈവജനത്തിനിടയിൽ നമ്മളെ വഞ്ചിക്കുവാൻ അന്ത്യകാലത്ത് മുഴുശക്തിയോടും കൂടെ പിശാച് പ്രവർത്തിക്കുമ്പോൾ നാം എടുക്കേണ്ട മുൻകരുതലുകൾ വളരെ ദീർഘമായിട്ടൊരു വിഷയം. അതിനെ ചുരുക്കം ചില കാര്യങ്ങൾ പറഞ്ഞ് സമയത്ത് തന്നെ നിർത്താൻ ഉദ്ദേശിക്കുകയാണ്. ഒന്ന്, കമ്പ്യൂട്ടർ, TV മുതലായ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ മുതലായ അനവധി ഉൽപ്പന്നങ്ങളുടെയും പരസ്യം സൂക്ഷിക്കണം. ഇന്ന് പരസ്യത്തിലൂടെയാണ് കാര്യങ്ങളെല്ലാം കുഴപ്പത്തിലാകുന്നത്. ഈ പരസ്യങ്ങളെല്ലാം പിശാചിൻ്റെ വലിയൊരു വഞ്ചനയുണ്ട്. ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങൾ, അവർ പറയുന്നതായ വിവരണങ്ങളും ആകർഷണീയമായ വാഗ്ദാനങ്ങളും ഇളവുകളും ഒക്കെ ശ്രദ്ധിച്ച്
ആ കാര്യങ്ങളിൽ ദൈവം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വാങ്ങാൻ പുറപ്പെടുമ്പോൾ പിശാചിൻ്റെ നമ്മളിലേക്കൊരു പ്രവേശനം ശ്രദ്ധിക്കുകയാണ്. മറ്റൊന്ന് നമ്മുടെ കണ്ണ്, അതിൽ ഉള്ളതാണ്. പിന്നെ അടുത്തത് നമ്മുടെ വായന. പിശാചിന് ഇടം കൊടുക്കാത്ത വണ്ണം വേണം നമ്മൾ വായിക്കുവാനായി ഗ്രന്ഥങ്ങൾ, കഥപുസ്തകങ്ങൾ. അടുത്ത കാലം ഇറങ്ങിയ കോടികളെ വഞ്ചിച്ച ഒരു ഗ്രന്ഥമുണ്ട്. ആർക്കെങ്കിലും പറയാമോ? ഹാരി പോട്ടർ. ഇത് വായിച്ച് കുട്ടികൾ ഇവിടെ ഇരിപ്പുണ്ട് എന്നെൻ്റെ ഉള്ളിൽ പറയുന്നു. ഉള്ളിലാണ് പറയുന്നത് കേട്ടോ, ശരിയാവോ തെറ്റോ? എൻ്റെ ഉള്ളിൽ പറയുന്നത് ചിലപ്പോൾ ഒക്കെ ശരിയാകാറുണ്ട്. ശരിയാ, കഥയല്ലേ. അതിൻ്റെ ഒരു പ്രസിദ്ധീകരിച്ച് 24 മണിക്കൂറോളം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4 കോടിയോ മറ്റോ വിറ്റഴിഞ്ഞെന്നാണ്. അത്ര പ്രചാരം, ഇത്രയും പ്രചാരമുണ്ടായ ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. പക്ഷേ ലോകത്തെ ഇങ്ങനെ വഞ്ചിച്ചിട്ടുള്ള ഒരു പുസ്തകം വേറെ ഇറങ്ങിയിട്ടില്ല. അത് തീർത്തും പൈശാചികമായ ഗ്രന്ഥം തന്നെ. ഒരു മന്ത്രവാദിനിയായ ആളിൻ്റെ പ്രവർത്തനങ്ങൾ അതിൽ വിവരിക്കുകയാണ്. അതിന് ഉപയോഗിച്ചിരിക്കുന്ന ഒറിജിനൽ മന്ത്രം തന്നെയാണ് പുസ്തകം എഴുതിയിരിക്കുന്നത്. അതാ വലിയ പ്രത്യേകത, അല്ല ഡ്യൂപ്ലിക്കേറ്റ് അല്ല. മന്ത്രവാദം ചെയ്യുവാൻ ഉരുവിടുന്ന യഥാർത്ഥ മന്ത്ര ഉച്ചാരണം തന്നെയാണ് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഇത് നമ്മൾ കൊണ്ട് വായിക്കുമ്പോൾ ഒരു മന്ത്രവാദി മന്ത്രം ചെയ്യുന്നതിന് തുല്യമായി തീരുന്നു. എന്ത് വലിയ ബന്ധനം നമ്മുടെ ഉള്ളിൽ വരുന്നു ആലോചിച്ച് നോക്കണം. ഇങ്ങനെയുള്ള ഒരുപാട് പുസ്തകങ്ങൾ ഞാൻ വിടുന്നു. അപ്പോൾ തന്നെ നമ്മളെ പൊതുവിജ്ഞാനത്തിനും വിദ്യാഭ്യാസത്തിനും ഒഴിച്ചുള്ള ആ ഗ്രന്ഥങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നേരം പോക്കിനും വിനോദത്തിനുമായി എന്തെങ്കിലും ഒരു പുസ്തകം വാങ്ങി വായിക്കുന്നവരായിത്തീരരുത്. നമ്മൾ ഗ്രന്ഥശാലകൾ ചെല്ലുമ്പോൾ വളരെ പ്രാർത്ഥനയോടെ പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കണം. അതിൽ സാത്താന ശക്തിയേറിയ ആയുധങ്ങൾ ഉള്ളടങ്ങിയിരിക്കുന്ന ഗ്രന്ഥങ്ങൾ അതിൻ്റെ ഷെൽഫുകളിൽ കാണും. നാം അറിയാതെ പോലും എടുക്കാൻ ഇടവരാതിരിക്കാൻ പ്രാർത്ഥിച്ച് കയറണം. ഞാൻ ക്രിസ്തീയ ഗ്രന്ഥശാലകളിൽ കയറുന്നവനാണ്. എങ്കിലും എൻ്റെ കൂടെ ഉള്ളവർ ആശ്ചര്യപ്പെട്ടിട്ടുണ്ട്. 3/4 മണിക്കൂർ വരെ പറഞ്ഞു നടന്നിട്ട് ഞാൻ വെറും 15 രൂപയുടെ ഒരു പുസ്തകം വാങ്ങിച്ചതായ സമയമുണ്ട്. എന്നോട് ചോദിച്ചു, ഇതിനാണ് 1 മണിക്കൂർ എടുത്തത്. പക്ഷേ പ്രാർത്ഥിച്ച് മാത്രമേ പുസ്തകശാലയിൽ കയറുകയുള്ളൂ. കർത്താവേ, എനിക്ക് വേണ്ടത് മാത്രമേ ഞാൻ എടുക്കാവൂ. എൻ്റെ ആത്മീയവർദ്ധനവിനും എൻ്റെ ശുശ്രൂഷയുടെ പ്രയോജനത്തിനും വേണ്ടുന്നത് മാത്രം. ശ്രദ്ധിക്കുക, നമ്മുടെ കുട്ടികൾ പഠിക്കുന്നതായ സിലബസ്, അതിലൂടെയും പൈശാചിക ബന്ധനങ്ങൾ. നമ്മളൊരു ഹൈന്ദവ രാജ്യത്താണ് താമസിക്കുന്നത്. ഇവിടുത്തെ സിലബസുകളിൽ ഏറിയ പങ്കും ഹൈന്ദവ ഗ്രന്ഥങ്ങളുടെ ഭാഗങ്ങളാണ് സിലബസ് ആക്കിയിരിക്കുന്നത്. അത് കൂടുതലും പൈശാചിക ശക്തികളെക്കുറിച്ചുള്ള വിവരണങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളുമാണ്. അതിൽ ഒക്കെ ഒരുപാട് ബന്ധനങ്ങളുണ്ട്. അത് ഒഴിവാക്കണമെങ്കിൽ, കൂടാതെ ഈ അടുത്ത കാലങ്ങളിൽ BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ പാഠപുസ്തകത്തിൽ അവിടെ ആ വർഗീയത കയറ്റിവിട്ടു. കമ്മ്യൂണിസ്റ്റ് ഭരണം നിലവിലിരിക്കുമ്പോൾ നിരീശ്വര സിദ്ധാന്തങ്ങൾ പാഠപുസ്തകങ്ങളിലൂടെ, ഇവർക്കെല്ലാം നോട്ടം കൊച്ചു പിള്ളേരെയാണ്. കാരണം ചെറുപ്പത്തിൽ മനസ്സ് വഷളാക്കാവുന്ന പിന്നെ അങ്ങനെ അങ്ങ് പോയിക്കോളുമല്ലോ. പക്ഷേ നമുക്കിതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇങ്ങനെ വരാതിരിക്കാൻ പ്രാർത്ഥിക്കുക. എങ്കിലും ചെയ്യാവുന്ന കാര്യം, കുഞ്ഞുങ്ങൾക്ക് പാഠപുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അത് വാങ്ങിച്ച് കൈവച്ച് പ്രാർത്ഥിച്ച്, കർത്താവേ, ഇതിലുള്ള ഒരു തിന്മയും എൻ്റെ കുഞ്ഞിൻ്റെ മനസ്സിൽ തങ്ങിയിരിക്കരുത്. കേവലം ഒരു പരീക്ഷ എഴുതി മാർക്ക് മേടിക്കാൻ രാമനാവണന്മാരുടെയോ സീതയുടെയോ അപകരിച്ചുകൊണ്ട് പോയതോ കെട്ടതോ മോട്ടിച്ചതോ ഒക്കെ ചിലപ്പോൾ പഠിക്കാൻ നിവൃത്തിയില്ല. മാർക്ക് വേണ്ടേ? അല്ല പിന്നെ എവിടെ പോകാനായി? ഇനി ലോകം വിട്ടു പോകാൻ പറ്റുമോ? പക്ഷേ അത് മാർക്കിന് വേണ്ടിയല്ലാതെ പരീക്ഷ എഴുതി താത്തി വെച്ചാൽ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുവാൻ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കണം. സിലബസുകൾ പോലെ ഒളിഞ്ഞും കിടക്കുന്നതായ ബന്ധനങ്ങൾ വിടുവിക്കപ്പെടാൻ വേണ്ടി നാം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അക്രൈസ്തവ മതഗ്രന്ഥങ്ങൾ ചിലർക്ക് അങ്ങനെ ബൈബിള് മാത്രമൊക്കെ വായിച്ചിരുന്ന ഒരു ബോറടിയാണെന്നാണ് പറയുന്നത്. അതിന് പിന്നെ മറ്റു ഗ്രന്ഥങ്ങളും മതഗ്രന്ഥങ്ങളൊക്കെ എല്ലാം ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ.
ഞാനതിനോട് അത്ര എതിർക്കുന്നില്ല. ആർക്കെങ്കിലും അതുകൂടെ പഠിച്ചാൽ അത്ര ദൈവത്തിന് പ്രയോജനമായി തീരുമെന്ന നല്ല നടത്തിപ്പും ബോധ്യവും വന്നെങ്കിൽ അതിനെ വിരോധിക്കാമോ എന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. പക്ഷേ ഒരു കാര്യം, ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ ഉള്ളടക്കം ചെയ്തിരിക്കുന്ന ദുരുപദേശങ്ങളിലും ആ സാത്താനിക്കണിയിൽ അകപ്പെടാതിരിപ്പാൻ നമ്മൾ വാക്ക് ജാഗ്രതയായിരിക്കണം. ഒരു ബിസിനസ് നടത്തുമ്പോൾ നാം ഒരിക്കലും പിശാചിന് ഏജന്റായി മാറരുത്. സിഗരറ്റ്, പുകയില, ഇടിയായത് വിൽപ്പന, ഫാൻസി സ്റ്റോറുകളിൽ കോസ്മെറ്റിക്സായ ഐറ്റംസ്, ഇതെല്ലാം മനുഷ്യനെ പാപത്തിലേക്ക് വഴി നടക്കുന്നതാ. ഒരു വിശ്വാസി ഒരിക്കലും ഇതിന് ഒരു കയ്യാളായി തീരാതിരിപ്പാനായി ശ്രദ്ധിക്കണം. ബ്യൂട്ടി പാർലർ നടത്തുന്നവരുണ്ട്. ബാർ ഹോട്ടലുകളിൽ ജോലി നിവൃത്തിയില്ലാതെ ജോലിക്ക് നിന്നു പോകുന്ന രക്ഷിക്കപ്പെട്ടവരുണ്ട്. പക്ഷേ ഒരു കാര്യം, വേറെ യാതൊരു നിവൃത്തിയില്ലാത്തതിനാൽ പെട്ടുപോയിരിക്കാം. എന്തെങ്കിലും ഒരു വഴി കിട്ടിയാൽ വളരെ വേഗം അതിൽ നിന്ന് പുറത്തു വന്നുകൊള്ളണം. അതാണ് നല്ലത്. ഇതുപോലെയാണ് നമ്മൾ വീടും കെട്ടിടങ്ങളും പണിയുമ്പോൾ കഴിയുമെങ്കിൽ അതേ രക്ഷിക്കപ്പെട്ടവരെ കൊണ്ട് പണി ചെയ്യിപ്പിക്കണം. രക്ഷിക്കപ്പെട്ടവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുമ്പോൾ സഹോദരനല്ലേ, അതാണ് വലിയ അയോഗ്യത. എന്നിട്ട് പോയി ഇന്നാര് വല്ല മിടുക്കനോ, ഗോപാലോര് ഭയങ്കര മിടുക്കനോ, മറ്റേ ആൾ ഭയങ്കര മിടുക്കനോ. അവസാനം അവർ ചെയ്യുന്ന പണി അവരുടെ കുറ്റമല്ല. അവരുടെ പണി നങ്ങിയായി തീരുവാൻ അവൻ ആരാധിക്കുന്ന സാത്താനെ ആരാധിച്ച് പൂജിച്ച് പണി ചെയ്യൂ. പിന്നെ ഒടുവിൽ വിശുദ്ധന്മാർ വന്ന് പ്രാർത്ഥിച്ച് കയറി പിറ്റേ ദിവസം മുതലേ എന്നെ നടുവ് വഴങ്ങുന്നില്ലെന്ന് പറഞ്ഞാൽ ഇനി ആ വിശുദ്ധന്മാരെന്തോ ചെയ്യണ്ടേ? നിന്റെ വീടിൻ്റെ അടിസ്ഥാനക്കല്ലിൻ്റെ കീഴിലേ വേണ്ടാത്തതിരിക്കുക. നിങ്ങളല്ല, പണിയിപ്പിച്ചവൻ അവൻ്റെ ആവശ്യത്തിന് വെച്ചതാ. മനസ്സിലാകുന്നു? ഒരു വീട് പണിയുമ്പോൾ ദുഃഖകരമെന്ന് പറയട്ടെ, പയ്യെ പറയുക, മുഹൂർത്തം നോക്കുന്നവർ ദൈവമക്കൾക്കിടയിലുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ വീട് ഒന്ന് പ്രാർത്ഥിച്ച് പ്രതിഷ്ഠിക്കണമല്ലോ. ആനന്ദ എപ്പോഴാണ്? അത് 9-ാം തീയതി. എപ്പോൾ വരണം? അതാ നമുക്ക് അതുപോലെ ഒരു 10 മണിക്ക് എന്ന് പറയുമ്പോൾ അത് എനിക്ക് ചില പ്രോഗ്രാം ഉണ്ടല്ലോ. അന്ന് എങ്ങനെയാണ് ഞാൻ ഇച്ചിരി നേരത്തെ കുഴപ്പമില്ല പക്ഷേ നേരത്തെ വന്നാലും കുഴപ്പമില്ല മാസ്റ്റർ കരുത്ത പോവാം. അപ്പം ഞാനൊരു 9 മണിക്ക് വരട്ടെ. 9 മണിക്ക് 9:30 മാസ്റ്റർ ഭാവം കറക്റ്റായിട്ട് അവിടെ ചെന്നപ്പോൾ അങ്ങനെ ഇതൊന്നുമില്ല. അതേ വീട്ടുകാർ ഇപ്പം അങ്ങോട്ട് ഇറങ്ങി കേട്ടോ, പൂവമ്പഴം മേടിക്കണമെന്ന് പറഞ്ഞ് എപ്പം ഇങ്ങ് വരും. എന്തിനാണെന്നറിയാമോ? 10 മണിയാക്കാനുള്ള പണിയാ. ഇത് കെട്ടുകഥയൊന്നുമല്ല, ഇത് ഞങ്ങളൊക്കെ അനുഭവിക്കുന്ന കാര്യം പറയുക. പ്രിയ ദൈവമക്കളെ, പിശാച് അതോടുകൂടെ വീട്ടിൽ താമസമാക്കും. ഒഴിഞ്ഞു പോകത്തില്ല. സൂക്ഷിക്കുക. ആവർത്തനം 8-ന്റെ 18-ന്റെ 9 മുതൽ 12 വരെ മുഹൂർത്തം നോക്കരുത് എന്ന ആദിയായ ജാതീയ ആചാരങ്ങൾ പഠിക്കരുത് എഴുതിയിരിക്കുന്നു. ഇനി വീട്, കാറ്, വസ്ത്രം വാങ്ങുമ്പോൾ പണം ദുർവ്യയം ചെയ്യുന്ന വിധമായിരിക്കരുത്. വസ്ത്രവും കാറ് ഭംഗിയായിരിക്കണം, വൃത്തിയായിരിക്കും, ഉപയോഗത്തിന് വേണം. വെറുതെ മറ്റുള്ളവരെ ആകർഷിക്കാനും പൊങ്ങച്ചത്തിനും വേണ്ടി ആയിരിക്കരുത്. അങ്ങനെ ആയിരുന്നാൽ ആ വാഹനത്തിൽ ദൈവസാന്നിധ്യം ഉണ്ടായിരിക്കുകയില്ല. പാട്ട് ഒരു പ്രധാന കാര്യമാണ്. ഇപ്പം വന്ന് സ്തുതിക്കുമോ ഞാൻ സ്തുതിക്കുമോ യേശുവേ, എന്തോ തുതിയാ, ഒരു സുഖമില്ലാത്ത പാട്ടുകൾ. ഇല്ല, മറ്റേ പുള്ളിയുടെ CD ഉണ്ടല്ലോ, അതൊന്നിട്ട് നല്ല ചാട്ടവും തുള്ളരും ഇടിയും തൊഴിയും. അപ്പോൾ ഇടിയും തൊഴിയും ഒക്കെയാ ഇപ്പോൾ വേണ്ടുന്നത്. കുഴപ്പമില്ല. എന്തെങ്കിലും കടയിൽ കിടക്കുന്ന CD എല്ലാം വാങ്ങിച്ചിട്ട് കേൾക്കരുതേ. വളരെ ശ്രദ്ധിക്കണം. ലോകത്തെ പിശാച് വഞ്ചിക്കുന്ന പ്രധാന സംഗതിയാണ് സംഗീതം. ഞാനതിനെക്കുറിച്ച് ഒരുപാട് സംഭവങ്ങളുടെ വിവരിക്കേണ്ടി വരും. അടുത്ത കാലങ്ങളിൽ മൈക്കിൾ ജാക്സൺ എന്ന പേരുള്ളൊരു വ്യക്തിയെ കൊണ്ട് എത്ര കോടികളെ പിശാച് വഞ്ചിച്ചു. അവൻ വഞ്ചിക്കപ്പെട്ടു, അവൻ അനേകർ വഞ്ചിക്കപ്പെട്ടു. അവൻ
അവൻ അനേകരെ വഞ്ചിച്ചു. ജനങ്ങൾക്ക് അവിടെ ജീവിതമൊന്നും നോക്കണ്ടെന്ന്. അവൻ ഏത് പാപത്തിൽ ജീവിച്ചാലും ദോഷത്തിൽ ജീവിച്ചാലും അത് വിഷയമല്ല. ഏറ്റവും ഒടുവിലായപ്പോൾ മുഴു ലോകത്തിന് മനസ്സിലായി എല്ലാം ശൂന്യതയിലേക്ക് പോവുകയായിരുന്നുവെന്ന്. നാം സംഗീതം കേൾക്കുമ്പോൾ അടുത്തത് നല്ലത് തന്നെ പ്രസംഗം, പാട്ട്, പക്ഷേ ഗൗരവമായി കൈകാര്യം ചെയ്യണം. ഇത് അങ്ങോട്ട് വണ്ടിയാലോട്ട് കയറി സ്റ്റാർട്ട് ചെയ്ത ഉടനെ ഒരു സി ഡി അങ്ങ് ഇട്ടേക്കുക. എവിടാ കല്യാണത്തിന് പോവല്ലേ, എന്നിട്ട് സി ഡി ഒക്കെ എടുത്തോ. ആരുടെങ്കിലും ഒരു പ്രസംഗമോ, ടി യു തോമസിൻ്റെ പ്രസംഗമോ, ആശ്രപ്പത്തിൻ്റെ പ്രസംഗമോ ഒക്കെ ഇട്ടിട്ട് അതവിടെ കിടന്ന് ഇങ്ങനെ പ്രിയമുള്ളവരെ കർത്താവ് വരാറായി ഇപ്പോൾ പറഞ്ഞു പോകണമെങ്കിൽ ആത്മശക്തിയാ നിറയപ്പെടണമെന്ന് പറയുമ്പോൾ ഇവിടെ ഇത് കീട്ടച്ച് ഇവിടെ ഇരുന്ന് നുണ പറച്ചില്ല. ഒരു വണ്ടിയാൽ നമ്മുടെ പഴയ പാട്ടിൻ്റെ സീഡ് തന്നെ ഇട്ടാരേ, അതതിനിട്ടോട്ടെ. പഴയ പാട്ടിൻ്റെ സി ഡി പാട്ടവിടെ കിടന്ന് പാടുകയാണ്. ലോകം വേണ്ട, ഒന്നും വേണ്ട, താനൊന്നും ചേർന്നാൽ മതി. എന്നിട്ട് വണ്ടി ഓടിക്കുന്ന വഴിക്കെല്ലാം പോകുന്ന വഴിക്കല്ല കണ്ണും കാതും സ്ഥലത്തെല്ലാം വേറെയാണ്. പ്രിയമുള്ളവരെ, നാം വഞ്ചിക്കപ്പെട്ടു പോകുക. ഇത് കേവലം ഇപ്പോൾ ഇതൊരു കാസറ്റുകൾ വാങ്ങിച്ചു കൂട്ടുക, അതിങ്ങനെ ഇടുക, ചുമ്മാ ഒരു ആഘോഷമായിട്ട് മാറിയിരിക്കുകയാണ്. ശ്രദ്ധിക്കണം, നാം ഈ വിധമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. അവിശ്വാസികൾ ഗിഫ്റ്റ് തരുമ്പോൾ ശ്രദ്ധിക്കണം. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, നല്ലൊരു പയ്യൻ, അവന് വാച്ച് പോലും കെട്ടാത്ത ഒരുത്തനാണ്. എന്തിനാ വീട്ടിൽ സമയം കൊണ്ട് അവിടെ ചെന്നാൽ ഉണ്ട്. ഇങ്ങനെ ഒരുത്തൻ നല്ല ഒരു ഡ്രസ്സ് പോലും വാങ്ങിയിട്ടത്തില്ല. ഓർമ്മ ശരിയാണെങ്കിൽ 45,000 രൂപ ശമ്പളം മേടിക്കും, നല്ല ഉടുപ്പ് പോലും ഇടത്തില്ല. എന്നാൽ പെട്ടെന്ന് അവനൊരു മാറ്റമുണ്ടായി. കൃത്യസമയത്ത് വീട്ടിൽ വരിക തന്നെ മാറി. ഞാൻ ചുരുക്കമായിട്ട് പറയുകയാണ്, അവൻ ചില പാർക്കുകളിൽ പോകാൻ തുടങ്ങി, ചുറ്റിക്കറങ്ങാൻ തുടങ്ങി, അങ്ങനെ പലയിടത്തും പോകാൻ തുടങ്ങി. അപ്പോൾ വീട്ടിൽ അലർട്ടായി, ഇതെന്താ കാരണം. ഒടുവിൽ അവനോട് പറഞ്ഞു നോക്കി. അന്നേരം അവൻ്റെ എല്ലാ ആളങ്ങ് മാറി. നല്ല കൂടി ഉടുപ്പുകൾ വാങ്ങിച്ചിടാൻ തുടങ്ങി, വളരെ ഷൂ ഒക്കെ മാറാൻ തുടങ്ങി, എല്ലാം വ്യത്യാസം ഉണ്ടായി. അടുത്ത കാലത്ത് അവിടുന്ന് ഒരു ഗിഫ്റ്റ് ആയിട്ട് അവനൊരു വാച്ച് കൊടുത്തു. അവിടെ എല്ലാവരും കൂടെ അത് അവന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വാച്ചൊക്കെ നോക്കിക്കുന്നു തുടങ്ങി. ഒടുവിലെ സ്വഭാവമാറ്റം കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവദാസൻ ഉടനെ വെളിപ്പെട്ടു. അവൻ്റെ കയ്യിരിക്കുന്ന വാച്ചിലാണ് പ്രശ്നം, അതഴിക്കാൻ പറഞ്ഞു. ആ വാച്ച് ഇതെങ്ങനെയുള്ളതാണ്, ഇത് കൂട്ടുകാർ ഗിഫ്റ്റ് കൊടുത്തതാണ്. അപ്പോൾ അതിട്ട് നോക്കി അതിൻ്റെ പുറകിൽ ഒരു സർപ്പത്തിൻ്റെ പടം ഇങ്ങനെ വരച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ബന്ധനത്തിന് കാരണം. അത് ഉപേക്ഷിച്ചുകൂടെ അവൻ്റെ ബന്ധനം ഒഴിഞ്ഞു. ഉദാഹരണം ഒന്നേ പറഞ്ഞുള്ളൂ, ഒരുപാട് പറയാനുണ്ട്. ഗിഫ്റ്റുകൾ ആരെങ്കിലും എന്തെങ്കിലും ചുമ്മാ തന്നാലും കെട്ടിവരിച്ച് വീട്ടിക്കൊണ്ടിരുന്ന സ്വഭാവം മലയാളികൾക്കുള്ളതാണ്. പക്ഷേ വളരെ ആത്മനടത്തിപ്പോടെ മാത്രം ഗിഫ്റ്റുകൾ സ്വീകരിക്കാവൂ. കിട്ടുന്നതെല്ലാം വാങ്ങരുത്. നിവൃത്തിയില്ലാതെ ഒരു പൊതുസ്ഥലത്ത് വെച്ച് പൊതുസൗകര്യത്തിൽ കിട്ടിയാൽ തന്നെ കൈമറിച്ചേക്കുക, നമുക്കത് വേണ്ട. വളരെ പൂർവമായി മാത്രം. അത് മനുഷ്യൻ നമ്മുടെ ആളുകളല്ലേ പാസ്റ്റേ, ആർക്കും കൊടുക്കരുത് കേട്ടോ. ആർക്കെങ്കിലും കൊടുത്താൽ ഞാൻ തരുന്നത് മാത്രം ആർക്കും കൊടുക്കാതെ വെച്ചേക്കണം. ആ സാധനം ആദ്യമേ ആർക്കെങ്കിലും കൊടുത്തേക്കണം. അതിലൊരു കുഴപ്പമുണ്ട്, ആ പറഞ്ഞതിനൊരു കുഴപ്പമുണ്ട്. അങ്ങനെ ശ്രദ്ധിക്കുക, അത് ശ്രദ്ധിക്കുക. അപരിചിതര് തരുന്ന ഭക്ഷണം കഴിയുമെങ്കിൽ കഴിക്കരുത്. കഴിക്കേണ്ടുവെന്നാൽ ശരിയായിട്ട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച് കഴിക്കുക. വിശുദ്ധീകരിച്ചേ കഴിക്കാവൂ. ഭക്ഷണം നമുക്കൊരു ബന്ധന വിഷയമായി തീരരുത്. സ്നേഹിതരെ തിരഞ്ഞെടുക്കുമ്പോൾ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്, ജോലിസ്ഥലത്ത്, സ്കൂളിൽ, കോളേജുകളിൽ ഒക്കെ അപരിചിതരായ ആളുകളോട് സഹകരിക്കുന്നത് ശ്രദ്ധിക്കുക. രക്ഷിക്കപ്പെടാത്ത ആളുകളുമായി സഹകരിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അവർ ഒരു പിശാചിൻ്റെ ഏജന്റായി നിന്നെ ദൈവകൃപയിൽ അകറ്റിക്കളയുവാൻ ഇടവരുത്തരുത്. അതുപോലെ ഒരു ആത്മീയ പ്രവർത്തനത്തിനായി ഒരു ദേശത്ത് ചെല്ലുമ്പോൾ വളരെ സൂക്ഷിക്കണം. ആ ദേശത്തിൻ്റെ അധിപതി യേശുവിനോട് ബന്ധിച്ചിട്ടേ ചെയ്യാവൂ. ദേശത്തിന് അധിപതികളുണ്ട്. ആ പ്രദേശത്തെ തൻ്റെ ആളുകളെ കീഴ്വച്ചിരിക്കുന്ന സാത്താന ശക്തികളുണ്ട്. അതിനെ ബന്ധിച്ചിട്ട് വേണം ശുശ്രൂഷ ചെയ്യുവാൻ. ഒരു ഭവനത്തിൽ കാലി ചവിട്ടം മുൻപ്, ലഘുലേഖ വിതരണം ചെയ്യുന്നതിന് മുൻപ്, ഒരു പാട്ടോ സാക്ഷ്യമോ പ്രസംഗമോ ശുശ്രൂഷ ചെയ്യുന്നതിന് മുൻപ് ഇതിന് തടസ്സമായ പ്രവൃത്തി അന്ധകാര ശക്തിയെ ശാസിച്ച് ബന്ധിച്ച ശേഷം വേണം ചെയ്യുവാൻ. കൃപയാൽ ദൈവം എന്നെ അതിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് നിങ്ങളുടെ
കാതുകളെയും നിങ്ങളുടെ കണ്ണുകളെയും നിങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും ആത്മാവിനെയും ശരീരത്തെയും യേശുവിൻ്റെ നാമത്തിൽ കൺട്രോൾ ചെയ്തിട്ടാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്. എന്തെങ്കിലേ ദൈവിക സത്യങ്ങൾ ഉള്ളിലേക്ക് കിടക്കുകയുള്ളൂ. സാത്താൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി കളയും. ഇങ്ങനെ പൈശാചിക ശക്തികളെ ബന്ധിച്ചല്ലാതെ നമ്മൾ ശുശ്രൂഷയ്ക്ക് പോയാൽ പിടിച്ചു ഞാൻ അവൻ എന്നെ കെട്ടി. ഇവിടെ അടുത്ത സ്ഥലമൊന്നും പറയുന്നില്ല. നല്ലൊരു യവനക്കാരൻ ബൈബിൾ കോളേജ് പഠിത്തം കഴിഞ്ഞ് പോയി സാത്താനെ ഇറക്കാൻ പോയി. അവസാന പുള്ളി മാനസിക രോഗിയായി. അനേക തവണ പ്രാർത്ഥിച്ചിട്ടും അത് വിടുതലുണ്ടായിട്ടില്ല. സാത്താനെ ഇറക്കാൻ പോയി ഭൂതഗ്രസ്തനായി മാറരുത്. രോഗിയെ സൗഖ്യമാക്കാൻ പോയി രോഗിയായി തീരരുത്. വീട്ടിലെ പ്രശ്നം തീർക്കാൻ പോയി അവിടുത്തെ ശണ്ടയും പിശാചുമായിട്ട് ഇങ്ങോട്ട് വരാനിടയാകരുത്. അഥവാ ബന്ധനം അഴിക്കാൻ പോകുന്നവരെ ബന്ധിക്കപ്പെടാതിരിക്കാനായി ശ്രദ്ധിക്കണം. ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി പോകുമ്പോൾ ഒരു രാഷ്ട്ര നേതാക്കന്മാർ രാജ്യങ്ങൾ പ്രവർത്തിക്കുന്ന അന്ധകാര ശക്തിയുണ്ട്. അധികാര സ്ഥാനത്തിരിക്കുന്നവരെ നിയന്ത്രിക്കുന്ന ശക്തികളെ ബന്ധിച്ചിട്ട് വേണം കടന്നു ചെല്ലുവാൻ. നമ്മുടെ യാത്രയും വാഹനവും നാം സൂക്ഷിക്കണം. ട്രാഫിക് നിയമങ്ങൾ പാലിച്ചു പോട്ട് പോകണം. അതുപോലെ നടത്തിപ്പില്ലാത്ത യാത്ര ചെയ്യരുത്. ദൈവഹിതമല്ലാന്ന് തോന്നുന്ന വ്യക്തികളെ കൂടെ കൊണ്ടുപോകരുത്. പ്രാർത്ഥനയോട് പുറപ്പെടണം. പാട്ടും സ്തുതിയും നമ്മെ ദൈവസാന്നിധ്യത്തിൽ കാക്കുന്ന കാര്യങ്ങളാണ്. കാസറ്റ് പാടിക്കൊണ്ടിരുന്ന ദൈവസാന്നിധ്യം കൊണ്ടിരുത്തില്ല. എവിടെ പാടണമെന്ന് എഴുതിയിരിക്കുന്നത്? ഹൃദയത്തിൽ പാടണമെന്നാ. വാക്യൊന്നും എടുത്ത് വായിച്ച്. CD പാടണമെന്നല്ല, വേഗത്തിൽ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും തെളിവും കൂടെ പറയണം. എഫേസ്യർ 5:19. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും. ഹല്ലേലൂയ. ഹൃദയത്തിൽ പാടണം. ഇത് ഞാൻ പരസ്യമായി പറഞ്ഞത് കേട്ട നിങ്ങൾ സാക്ഷികൾ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നമ്മുടെ യാത്രകളെല്ലാം നമ്മുടെ ഹൃദയത്തിൽ പാടിയാൽ ദൈവസാന്നിധ്യം നമ്മോടുകൂടിയിരിക്കും. അതുപോലെ നാം കടന്നു പോകുന്ന സ്ഥലങ്ങൾ ചുമ്മാ യാത്രയിൽ സംഭാഷണ വിഷയങ്ങൾ കാട് കയറി പോകരുത്. തർക്കവും വാഗ്വാദവും ഒന്നും ചെയ്യരുത്. വാഹനത്തിലിരുന്ന് ചില പ്രത്യേക സ്ഥലങ്ങൾ സാത്താന കേന്ദ്ര സ്ഥലങ്ങളുണ്ട്. അടൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ തട്ടയിൽ ആരാധനാ സ്ഥലമുണ്ട്. ഞാൻ പറയണം, അവിടെ മിക്കവാറും അപകടമുണ്ട്. ശരിയാണോ? അതിന് കാരണം എന്താണെന്ന്, അവിടെ ഇരിക്കുന്ന ശക്തി എന്താണെന്ന് അന്വേഷിച്ചാൽ മതി. രക്തം കുടിക്കുന്നൊരു ശക്തി അവിടെ ഇരിക്കുന്നു. ഇതുപോലെ ഞാനിവിടെ വേല ചെയ്തവനാണല്ലോ. ഇവിടെ ഉള്ള സാത്താന്യ കേന്ദ്രീകൃതമായ പല സ്ഥലങ്ങളും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. ഞാനിവിടെ ഇപ്പോൾ എണ്ണി പറയാൻ തുനിയുന്നില്ല. ചുരുക്കത്തിൽ സാത്താന്യ ശക്തികൾ കേന്ദ്രീകരിച്ചിരിക്കുന്ന പ്രത്യേക സ്ഥലങ്ങളിൽ നിരന്തരമായ അപകടവും മരണവും സംഭവിച്ചുകൊണ്ടിരിക്കും. അതിന് പ്രത്യേക വളവ് വേണ്ട, തിരിവ് വേണ്ട, സ്ട്രെയിറ്റ് റോഡായിരിക്കും, നല്ല വീതിയുള്ളതായിരിക്കും. അപകടം എന്തുകൊണ്ടുണ്ടായെന്ന് ആർക്കും അറിയാൻ വയ്യ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അവിടങ്ങളൊക്കെ ചെല്ലുമ്പോൾ യേശുവിന് രക്തത്തിൻ്റെ സംരക്ഷണം ആവശ്യപ്പെടണം. കൃപയാൽ യാത്ര ചെയ്തു പോകുമ്പോൾ യേശുവിൻ രക്തമെന്ന് പറയാൻ ഞാൻ ഓർക്കാറുണ്ട്. ചിലപ്പോൾ മറന്നു പോയിരിക്കാം പല കാര്യം ഏർപ്പെടുമ്പോൾ, എങ്കിലും ദൈവം കൃപയാൽ താങ്ങുന്നു. അടുത്ത വിഷയത്തിലേക്ക് വരുന്നു. സൗന്ദര്യം സാത്താന് ശക്തമായ ഒരു ആയുധമാണ്. സൗന്ദര്യം കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കാതെയും മറ്റുള്ളവരുടെ സൗന്ദര്യത്താൽ വഞ്ചിക്കപ്പെടാതെയും സൂക്ഷിക്കുക. വിവാഹം കഴിക്കുമ്പോൾ ദൈവഭക്തിക്കും സ്വഭാവത്തിനും പ്രാധാന്യം നൽകുക. സൗന്ദര്യത്തിന് പ്രാധാന്യം നൽകരുത്, വഞ്ചിക്കപ്പെടരുത്. അത് ഏറ്റവും ഒടുവിലേ പ്രാധാന്യം കൊടുക്കാവൂ. കഴിഞ്ഞിടയ്ക്ക് ഒരു പയ്യൻ മുക്കൊരു വിവാഹമാണല്ലോ, പെങ്കൊച്ചിനെ കണ്ടാൽ നന്നായിരിക്കണം. ബാക്കി ഒന്നും പറഞ്ഞിട്ടില്ല. രക്ഷിക്കപ്പെട്ടായിരിക്കണമെന്ന് ആനപ്പെട്ട വിഷയം ഒന്നും പറഞ്ഞിട്ടില്ല. ആദ്യം പെങ്കൊച്ചിനെ കണ്ടാൽ നന്നായിരിക്കണം. കൊള്ളാം. പ്രിയമുള്ളവരെ, വിവരിപ്പാൻ എൻ്റെ സമയം അനുവദിക്കുന്നില്ല. അതെ, നാം അങ്ങനെ വിവാഹാലോചനയിൽ സൗന്ദര്യത്തിന് ഒടുക്കത്തെ സ്ഥാനം മാത്രമേ കൊടുക്കാവൂ. നാം വഞ്ചിക്കപ്പെട്ടു പോകും. അതുകൊണ്ട് ജന്മസിദ്ധമായ സ്വാഭാവിക സൗന്ദര്യം വികലമാക്കണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. അടുത്ത കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പെന്തക്കോസ്തുകാരെ. നമ്മുടെ വസ്ത്രധാരണം മറ്റൊരാളിൽ പാപചിന്ത ഉളവാക്കത്തക്കോണമായിരുന്നാൽ നാം പിശാചിൻ്റെ ഏജന്റായി മാറുന്നു.
പെന്തക്കോസ്തുകാരായ ആത്മാവിൻ നിറഞ്ഞ അന്യഭാഷ പറയുന്ന സഹോദരിമാർക്ക് എന്തുകൊണ്ട് ശരീരം മറച്ച് വസ്ത്രം ധരിച്ചുകൂടാ? പുരുഷന്മാരുടെ ശരീരം മുഴുവനും മറഞ്ഞിരിക്കുകയാണ്. മുസ്ലിം സ്ത്രീകൾ ഞാൻ എപ്പോഴും ആശ്ചര്യപ്പെടുന്നു, തല മുഴുവൻ അവർ മൂടിയിരിക്കുകയാണ്. അവിടെ പാദം പോലും കാണാനില്ല. അവർക്ക് ചൂടില്ലേ? ഈ വെയിലത്ത് തന്നെയല്ലേ അവർ നടക്കുന്നത്? എങ്കിലും അവിടെ മതം അനുശാസിക്കുന്ന വണ്ണം ശരീര പ്രദർശനം പാടില്ല. ചിലർക്ക് കണ്ണുപോലും വെളി കാണുന്നില്ല. ചിലർക്ക് കണ്ണ് ഉണ്ട്, ചിലർക്ക് കണ്ണും ഒരു നെറ്റ് മാറ്റിട്ടിരിക്കുള്ളൂ. അതവർ പാലിക്കുന്നു. എന്നാൽ ചില പെന്തക്കോസ്തുകാരായ സഹോദരിമാർ സാക്ഷ്യപ്പർ എഴുന്നേറ്റ് നിന്നാൽ തല കുരിശു പിടിക്കേണ്ട ഗതികേടില്ല. ഇത് ഞാൻ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ദൈവം എന്നോട് ചോദിക്കും, എൻ്റെ പെന്തക്കോസ്തുകാരായ പ്രിയ സഹോദരിമാരെ, മറ്റൊരാൾക്ക് കണ്ടാൽ അവർക്ക് ജഡത്തിൻ്റെ ചിന്തകൾ ജനിക്കുമാറുള്ള ശരീര പ്രദർശനം ഉള്ള രീതിയിൽ വസ്ത്രം ധരിക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ പിശാചിൻ്റെ ഏജൻ്റായി നമ്മൾ പ്രവർത്തിക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഇന്ന് മോഡലാകാനാ വലിയ താല്പര്യം. ആ രംഗം കൊഴുക്കുകയാണ്. എന്താ? ആ ശരീരത്തിൽ എത്രയും കുറഞ്ഞ വസ്ത്രം ധരിച്ച് അങ്ങനെയുള്ള ചിത്രങ്ങളിലൂടെ എന്നും ഒരു ബ്ലേഡ് വിൽക്കണമെങ്കിലും ആ പടം വേണം, തീപ്പെട്ടി വിൽക്കണമെങ്കിലും ആ പടം വേണം. എന്ത് ഗതികേടാ സാത്താൻ എവിടെ കൊണ്ടെത്തിച്ചിരിക്കുന്നു! അതിൻ്റെ ഒരു പങ്കാളിയായി ഒരു ദൈവമക്കൾ മാറിയാൽ അത് എത്ര ഭയങ്കരമായിരിക്കും! അതെ, നാം ആ കാര്യത്തെക്കുറിച്ച് വളരെ സൂക്ഷിക്കണം. അതെ, ഒരു അന്യപുരുഷനോ സ്ത്രീയോ നിങ്ങളുടെ സൗന്ദര്യത്തെ അഭിനന്ദിച്ച് ആസ്വദിച്ച് സംസാരിക്കുമ്പോൾ, സാരി ഉടുത്തിരിക്കും, നന്നായിരിക്കുന്നല്ലോ, കണ്ടിട്ട് കൊച്ചിരിക്കെ സുന്ദരിയായിട്ടുണ്ട്, നേരത്തെ കാലമൊക്കെ ഇപ്പം ആ ജീൻസ് കൊള്ളാം, അടിയെന്നോ പൊളിയെന്നോ ഒക്കെ പറഞ്ഞാൽ ഉടനെ സൂക്ഷിക്കണം. ആ അവിടം വിട്ട് ഉടനെ മാറിക്കൊള്ളണം. അത് വഴിവിട്ട സ്നേഹബന്ധത്തിൻ്റെ തുടക്കമാണ്. അതെ, നാം ഈ വിധമായ കാര്യങ്ങളിൽ സൂക്ഷിക്കണം. ചികിത്സയെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. പ്രിയ ദൈവമക്കളെ, ഒരു കാര്യം കൂടെ പറഞ്ഞ വാക്കുകൾ അവസാനിപ്പിക്കാം. വീട്ടിൽ ഒരു TV ഇല്ലാതിരിക്കുന്നത് നല്ലത്. ആവർത്തനം 7:26 ശാപമായതൊന്നും നിന്റെ വീട്ടിൽ കൊണ്ടുപോകരുത്. സദൃശ്യം 21:4 ദുഷ്ടന്മാരുടെ ദീപം. ഈ 2 വാക്യങ്ങൾ TVക്കെതിരെയുള്ളതായ വാക്യങ്ങളാണ്. നിങ്ങൾ പറഞ്ഞേക്കാം അതിന് ചില പ്രയോജനം ഉണ്ടെന്ന്, എങ്കിലും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കൂട്ടിലടച്ചു വച്ചിരിക്കുന്ന വിഷപ്പാമ്പിന് തുല്യമാണ് TV. കുറേ പ്രയോജനവും അതിലേറെ ദോഷവും. സാത്താൻ്റെ ആധുനിക ആയുധങ്ങളിൽ പ്രധാനപ്പെട്ടതാണത്. ലോകത്തിന് ഏത് ഭാഗത്ത് നടക്കുന്ന തിന്മയും കിടക്കമുറിയിൽ എത്തിച്ചു തരുന്നു. മനുഷ്യന് ഏറെ ദോഷം ചെയ്യുന്ന സിനിമയെ വീട്ടിലെത്തിച്ചു കൊടുക്കുന്നു. TV പരസ്യങ്ങളിലാൽ സാത്താൻ മനുഷ്യനെ വശീകരിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ഒരു സിനിമ കണ്ടതുകൊണ്ടോ സീരിയൽ കണ്ടതോ എന്താ ഇത്ര തെറ്റ് എന്ന് ചോദിക്കുന്ന നിലയിലാകും. കലയല്ലേ എന്ന് പറഞ്ഞത് കാണുന്നവരുമുണ്ട്. അതെ, ഒരു കമ്പ്യൂട്ടർ വാങ്ങിക്കുമ്പോൾ ഒരുപാട് ഉപകാരമുണ്ട്. കമ്പ്യൂട്ടറിൽ ഇൻ്റർനെറ്റും ഓർക്കൂട്ടൊക്കെ ഇന്ന് ഒരു വലിയ ദോഷത്തിലേക്ക് നീങ്ങുകയാണ്. സാത്താന്യമായ കാര്യങ്ങൾ അതിനാൽ ഇന്ന് അനേകരും കുടുങ്ങിപ്പോവുകയാണ്. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതെ, വിവിധ നിലയിൽ സെൽഫോൺ ഇന്ന് സാത്താൻ്റെ ഒരു ആയുധമാണ്. കള്ളപ്രവാചകന്മാർ വർദ്ധിച്ചു വരുന്നു. ഇങ്ങനെയുള്ള വിവിധ വിഷയങ്ങൾ ഞാൻ എൻ്റെ വാക്കിൽ അവസാനിപ്പിക്കുന്നു. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. കർത്താവിന് വരവെടുത്തു. സാത്താൻ ഇങ്ങനെ തീനിറവുള്ളവനായി മുൻപിൽ നിൽക്കുന്നത് അവൻ്റെ സമയമെടുത്തെന്ന് മനസ്സിലായി. സഭ എടുക്കപ്പെടുമെന്ന് മനസ്സിലായി. ആകയാൽ അവന് ശക്തി കൂട്ടുകയാണ്. അതിനോട് മനസ്സിലാക്കണം, സഭ എടുക്കപ്പെടേണ്ടതായ സമയമായി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സഭ എടുക്കപ്പെടേണ്ടതായ സമയമായി. നമ്മുടെ ആയുധങ്ങൾ യേശുവിൻ്റെ രക്തമായുധമാക്കാം. ദൈവദിനത്തെ നമുക്ക് ആയുധമാക്കാം. അതെ, നമുക്ക് അത് പ്രാർത്ഥനയും സ്തുതിയും സ്തോത്രവും നമുക്ക് ആയുധമാക്കാം. നമുക്ക് ജയാളികളായി നമുക്ക് ജീവിക്കാം. ദൈവത്തിന് വചനം വിശ്വസിച്ച് ഏറ്റുപറയുമ്പോൾ അതുപോലെ സംഭവിക്കും. വചനത്തെ വിശ്വസിച്ച് നാം ഏറ്റുപറയുക, അവനെ നാമത് ഉയർത്തുക. സാത്താൻ ഉറങ്ങുന്നില്ല. അവൻ ഏജന്മാരോട്
ധൃതിയോട് ഉത്സാഹത്തോടും കൂടെ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. അവൻ പറയുകയാണ്, നമുക്ക് സമയമധികമില്ല. അങ്ങനെ സാത്താൻ പറയും പോലും കർത്താവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ച് സാത്താന് നല്ല ബോധ്യമുണ്ട്. നമുക്ക് ബോധ്യമുണ്ടോ? നമ്മുടെ കണ്ണുകളെ നമുക്കൊന്ന് അടയ്ക്കാം. കർത്താവിന് വരവിന് ശേഷം ഇനി എനിക്ക് സമയമില്ല എന്നറിയാവുന്ന പിശാച് മുഴുശക്തിയോട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആയതുകൊണ്ട് യേശു വരാറായി. അവൻ പ്രത്യക്ഷമായിട്ടുള്ള പ്രവർത്തനം അത് ഒരടയാളമായിരിക്കുമ്പോൾ മറുഭാഗത്തുള്ള അടയാളം നോവ് കിട്ടി വേദനപ്പെട്ട് നിലവിളിക്കുന്ന ഒരു സ്ത്രീ, അതാ ദൈവത്തിന്റെ സഭ. സാത്താൻ ഇന്ന് ലോകത്തിൽ അടയാളമായി തീരുമ്പോൾ നമുക്ക് കർത്താവിന് വരവിന് വേണ്ടി ഇറങ്ങി കാത്തിരുന്നു കൊണ്ട് അത് ഒരു അടയാളമായി തീരാം. യേശു വരാറായി. ഹല്ലേലൂയ. ലക്ഷ്യങ്ങൾ അനവധി കാണുന്നുണ്ട് അനുദിനം, ലക്ഷ്യങ്ങൾ അനവധി കാണുന്നുണ്ട് അനുദിനം. സഭയെ നീ ഒരുങ്ങിടുക, വേഗം സഭയെ നീ ഒരുങ്ങിടുക, സഭയെ നീ ഒരുങ്ങിടുക.